Hi, hello. Welcome to Master Key Academy. It's me, Vishnu Ashar. നമ്മൾ എക്സാം ഒക്കെ ഇങ്ങനെ വന്നെടുത്തോണ്ടിരിക്കുകയാണ്. കൃത്യമായ പഠനം നമുക്ക് വേണം. കൃത്യമായി പഠിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നമുക്ക് ക്രാക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കാട്ടോ. സിസ്റ്റമാറ്റിക് ആയിട്ട് സിലബസിലെ A to Z കാര്യങ്ങൾ കൃത്യമായി പഠിച്ച് കൃത്യമായി നോട്ട് എഴുതി വെച്ച് കൃത്യമായിട്ട് എന്ത് ചെയ്യുക, റിവൈസ് ചെയ്യുക, കൂടുതൽ MCQs വർക്ക്ഔട്ട് ചെയ്യുക. അങ്ങനെ ആകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു എക്സാം ഒക്കെ വളരെ ഈസി ആയിട്ട് ക്രാക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ MCQs മാക്സിമം വർക്ക്ഔട്ട് ചെയ്യണം. അപ്പൊ ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്ന ഏരിയ എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ കൊമേഴ്സിലെ തന്നെ അക്കൗണ്ടിങ്ങിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. ഇതാണ് ജനറലി അക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ്, GAAP എന്ന് പറഞ്ഞ ജനറലി അക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ്. ഇത് ചോദിക്കുന്നതാണ് മക്കളെ, കറക്റ്റ് ആയിട്ട് പഠിച്ചു വെച്ചോണം. നമുക്ക് ആ ഒരു കറക്റ്റ് ആയിട്ടുള്ള മീനിങ് ഒക്കെ മനസ്സിലായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്രാക്ക് ചെയ്തെടുക്കാൻ പറ്റും. നമുക്കറിയാം അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മളെ പണപരമായിട്ടുള്ള ട്രാൻസാക്ഷനുകൾ. ഒരു ബിസിനസിനെ സംബന്ധിച്ചിടത്തോളം എന്തുണ്ട്, ഒരുപാട് ട്രാൻസാക്ഷനുകളും ഒരുപാട് ഇവന്റുകളും ഒക്കെ ഹാപ്പൻ ചെയ്യാറുണ്ട് അല്ലെ. നമ്മൾ സാധനങ്ങൾ വാങ്ങുകയും സാധനങ്ങൾ വിൽക്കുകയും കടമായിട്ട് വാങ്ങുകയും പർച്ചേസ് ചെയ്യുകയും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ബിസിനസിനകത്ത് നടക്കുന്നുണ്ട് അല്ലെ. കടമായിട്ട് വാങ്ങുന്നുണ്ട്, ചെക്ക് കൊടുക്കുന്നുണ്ട്, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ബിസിനസ് നടത്തുമ്പോൾ ചെയ്യാറുണ്ട്. ഇങ്ങനെയൊക്കെ നടത്തുന്ന കാര്യങ്ങൾക്കകത്ത് നമ്മൾ ഇതെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്, റെക്കോർഡ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ റെക്കോർഡ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് സൂക്ഷിക്കാറുണ്ട്, ചില രീതികൾ നമ്മൾ ഫോളോ ചെയ്യാറുണ്ട്, ചില പ്രിൻസിപ്പിൾസുകൾ നമ്മൾ ഫോളോ ചെയ്യാറുണ്ട്, ചില ഗൈഡ് ലൈൻസുകൾ നമ്മൾ ഫോളോ ചെയ്യാറുണ്ട്. അവയൊക്കെയാണ് എന്തെന്ന് പറയുന്നത്, ഈ ജനറലി അക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഫോളോ ചെയ്യേണ്ട കുറച്ചധികം റൂളുകള്, കുറച്ചധികം കോൺസെപ്റ്റുകള്, കുറച്ചധികം പ്രിൻസിപ്പിൾസുകൾ, ഇതിനൊക്കെയാണ് എന്തെന്ന് പറയുന്നത്, ഈ ജനറലി അക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്. അപ്പൊ അത് നമ്മൾ കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നിന്ന് വരുന്ന മാച്ച് ഫോളോയിങ്, ഇതിൽ നിന്ന് വരുന്ന അസേർഷൻ റീസണോ, ഇതിൽ നിന്ന് വരുന്ന സ്റ്റേറ്റ്മെന്റ് ഓറിയന്റഡ് ആയിട്ടുള്ള MCQs ഒക്കെ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പിക്ക് ചെയ്തെടുക്കാം. അപ്പൊ നമുക്ക് ക്ലാസ് തുടങ്ങാം. കൃത്യമായിട്ട് മനസ്സിലാക്കി പഠിക്കാം. എന്താണ് ജനറലി അക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ്? ജനറലി അക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് ഈസ് ദ കളക്ഷൻ ഓഫ് commonly followed accounting rules, guidelines for financial reporting having universal applicability. അതായത് നമുക്കറിയാം, നമ്മൾ ബിസിനസ് നടത്തുന്നുണ്ട് അല്ലെ. നമ്മൾ അപ്പുറത്തുള്ള കേശവൻ ചേട്ടൻ ബിസിനസ് നടത്തുന്നുണ്ടായിരിക്കും, അല്ലെങ്കിൽ എന്താണ് കോട്ടയത്തുള്ള ഡെന്നീസ് ബിസിനസ് നടത്തുന്നുണ്ടായിരിക്കും, അല്ലെങ്കിൽ എന്താണ് UK രാജിന് ബിസിനസ് നടത്തുന്നുണ്ടായിരിക്കും. അപ്പൊ ഇവരെല്ലാവരും എന്താണ് പലയിടത്തിരുന്നുകൊണ്ട് ബിസിനസ് നടത്തുന്നുണ്ട്. ഇവരെല്ലാവരും എന്ത് ചെയ്യുന്നുണ്ട്, ബിസിനസ് ട്രാൻസാക്ഷനുകളൊക്കെ റെക്കോർഡ് ചെയ്യുന്നുണ്ട്, ബിസിനസ് ട്രാൻസാക്ഷനുകളൊക്കെ അനലൈസ് ചെയ്യുന്നുണ്ട്, അതൊക്കെ ഡിസ്ക്ലോസ് ചെയ്യുന്നുണ്ട്, മെഷർ ചെയ്യുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. ഇവരെല്ലാം ചെയ്യുന്ന കാര്യങ്ങൾ ഒരേ രീതിയിലായിരിക്കും അല്ലെ, ഡിഫറെന്റ് ആയിട്ടുള്ള രീതിയിലായിരിക്കും ചെയ്യുന്നത്. അപ്പൊ ഇവരെല്ലാം തമ്മിൽ ചെയ്യുന്ന കാര്യങ്ങൾ ഒരേ രീതിയിലാണെങ്കിലല്ലേ ഉള്ളൂ നമുക്ക് എന്റെ ബിസിനസിനെക്കാളും ബെറ്റർ ആണോ രാജിനിയുടെ ബിസിനസ്, അല്ലെ എന്റെ ബിസിനസിനെക്കാളും ബെറ്റർ ആണോ ഡെന്നീസിന്റെ ബിസിനസ് എന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ അല്ലെ. അപ്പം ഈ ബിസിനസിന്റെ അകത്ത് അല്ലെങ്കിൽ എന്താണ് നമ്മൾ അക്കൗണ്ടിങ് ചെയ്യുമ്പോൾ, ട്രാൻസാക്ഷനുകൾ റെക്കോർഡ് ചെയ്യുമ്പോൾ എല്ലാവരും ഒരേ രീതിയിൽ റെക്കോർഡ് ചെയ്യണം, അല്ലെ എല്ലാവരും ഒരേ രീതിയിലുള്ള റൂൾസും റെഗുലേഷനുകളും പാലിച്ചാൽ എന്ത് ചെയ്യാൻ പറ്റും, എല്ലാവരുടെയും അക്കൗണ്ടിങ് ട്രാൻസാക്ഷനുകൾ ഒരുപോലെ ആകത്തില്ലേ അല്ലെ. ഞാൻ ചെയ്യുന്ന അതേ രീതിയിലുള്ള അതേ റൂളുകളും അതായത് ഞാൻ ഫോളോ ചെയ്യുന്ന അതേ റൂളുകളും അതേ പ്രിൻസിപ്പിൾസുകളും അതേ ഗൈഡ് ലൈൻസുകളും ഒക്കെ തിരുവനന്തപുരത്തിരുന്ന് ബിസിനസ് നടത്തുന്ന ഒരാളും അതേ രീതിയിലുള്ള കാര്യം തന്നെയാണ് ഫോളോ ചെയ്യുന്നത്, അല്ലെങ്കിൽ കോട്ടയത്തിരുന്ന് നടത്തുന്ന ഒരാളും അതേ രീതിയിലുള്ള നടത്തുന്നതെങ്കിൽ ഇവരുടെ എല്ലാവരുടെയും ബിസിനസ് ട്രാൻസാക്ഷൻ അല്ലെങ്കിൽ ഇവരുടെ എല്ലാവരുടെയും ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റുകൾ നമുക്ക് എടുത്തു നോക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കമ്പയർ ചെയ്യാനായിട്ടൊക്കെ പറ്റും. അപ്പൊ ഇതിനൊക്കെ വേണ്ടിയാണ് എന്ത് കൊണ്ടുവന്നത്, ഈ GAAP കൊണ്ടുവന്നത്, ജനറലി അക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ കൊണ്ടുവന്നത്. ഈ ജനറലി അക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ കോമൺ ആയിട്ട് നമ്മൾ ഫോളോ ചെയ്യേണ്ട, അല്ലെങ്കിൽ ബിസിനസ് നടത്തുന്ന അക്കൗണ്ടിങ് റെക്കോർഡ് ചെയ്യുന്ന ആളുകള് എന്ത് ചെയ്യേണ്ട, കോമൺ ആയിട്ട് ഫോളോ ചെയ്യേണ്ട റൂൾസും ഗൈഡ് ലൈൻസുമാണ് എന്തെന്ന് പറയുന്നത്, ഈ ജനറലി അക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്. എന്തൊക്കെയാ മക്കളെ ഒന്ന് ഓർത്ത് വെക്കുക. എന്താണ് ഈ കോമൺ ആയിട്ട് ഫോളോ ചെയ്യേണ്ട, അതായത് ആര് ഫോളോ ചെയ്യേണ്ടതാണ് കോമൺ ആയിട്ട്, ഈ ബിസിനസ്സുകൾ നടത്തുന്ന ആളുകൾ അല്ലെ. ജനറലി അക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത് കളക്ഷൻ കോമൺലി ഫോളോ ചെയ്യുന്ന അക്കൗണ്ടിങ് റൂളുകളും ഗൈഡ് ലൈൻസുകളുമാണ്. നമ്മളൊരു ഫിനാൻഷ്യൽ റിപ്പോർട്ട് ചെയ്യുമ്പോൾ, ഒരു ഫിനാൻഷ്യൽ ട്രാൻസാക്ഷനുകൾ, പണപരമായിട്ടുള്ള ട്രാൻസാക്ഷനുകൾ നമ്മൾ എഴുതി തയ്യാറാക്കുമ്പോൾ നമ്മൾ കുറച്ചധികം റൂളുകളും ഗൈഡ് ലൈൻസുകളും ഒക്കെ ഫോളോ ചെയ്യണം. അതിനെയാണ് എന്തെന്ന് പറയുന്നത്, ജനറലി അക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഇനി നമുക്ക് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് ആർ ദ റൂൾസ് ആൻഡ് ഗൈഡ് ലൈൻസ് ദാറ്റ്
companies must follow then എന്താണ് then reporting financial data. ഫിനാൻഷ്യൽ ഡേറ്റകള് റിപ്പോർട്ട് ചെയ്യുമ്പോൾ കമ്പനികൾ മസ്റ്റ് ആയിട്ടും ഫോളോ ചെയ്യേണ്ട, ഓരോ കമ്പനികളും എന്താണ് ഫിനാൻഷ്യൽ ഡേറ്റകൾ, പണപരമായിട്ടുള്ള ഡേറ്റകൾ എന്ത് ചെയ്യുമ്പോൾ റെക്കോർഡ് ചെയ്യുമ്പോൾ അവർ മസ്റ്റ് ആയിട്ടും ഫോളോ ചെയ്യേണ്ട കുറച്ചധികം റൂൾസുകളും ഗൈഡ് ലൈൻസുകളെയും ഒക്കെയാണ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്. ഇനി എന്താണ് പറഞ്ഞിരിക്കുന്നത്? ദ കോമൺ സെറ്റ് ഓഫ് യുഎസ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് ഈസ് ജനറലി അക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ. കോമൺ ആയിട്ടുള്ള യുഎസ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് ആണ് എന്ന് പറയുന്നത് ജനറലി അക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്. മനസ്സിലാക്കി വെച്ചോണം കേട്ടോ, സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ക്വസ്റ്റ്യൻ വരുമ്പോൾ തെറ്റിക്കരുത്. ഇനി അടുത്താണ് അക്കൗണ്ടിങ് കൺവെൻഷൻസ്. അക്കൗണ്ടിങ് കൺവെൻഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്കൗണ്ടിങ് കൺവെൻഷൻസ് നമ്മൾ പഠിക്കുന്നുണ്ട്. അക്കൗണ്ടിങ് കൺവെൻഷൻ എന്ന് പറഞ്ഞാൽ റെഫേഴ്സ് ടു ദ methods, customs or traditions that accounts follow when preparing the financial accounting statement. അക്കൗണ്ടിങ് നമ്മൾ സ്റ്റേറ്റ്മെന്റ് ചെയ്യുന്നുണ്ട്, നമ്മൾ പല അക്കൗണ്ടിങ് സ്റ്റേറ്റ്മെന്റുകൾ ചെയ്യുന്നുണ്ട്. ക്യാഷുകൾ മാത്രം, ക്യാഷ് ട്രാൻസാക്ഷനുകൾ മാത്രം കാര്യങ്ങൾ റെക്കോർഡ് ചെയ്തുകൊണ്ട് ക്യാഷ് ബുക്ക് ഉണ്ട്. അതുപോലെ പർച്ചേസ് ചെയ്യുന്ന കാര്യങ്ങൾ, അതായത് കടമായിട്ട് പർച്ചേസ് ചെയ്യുന്ന കാര്യങ്ങൾ മാത്രം വെച്ചുകൊണ്ട് പർച്ചേസ് ഡേ ബുക്ക് ഉണ്ട്. അതുപോലെ തന്നെ എന്താണ് കടമായിട്ട് മാത്രം നടക്കുന്ന സെയിൽ വെച്ചുകൊണ്ട് സെയിൽസ് ഡേ ബുക്ക് ഉണ്ട്. സെയിൽസ് റിട്ടേൺ വരുന്നുണ്ട്, സെയിൽസ് റിട്ടേൺ ഡേ ബുക്ക് ഉണ്ട്. അങ്ങനെയൊക്കെ നമ്മൾ പല എന്താണ് അക്കൗണ്ടുകൾ നമ്മൾ ചെയ്യാറുണ്ട്, പല സ്റ്റേറ്റ്മെന്റുകൾ നമ്മൾ ചെയ്യാറുണ്ട്. ഇങ്ങനെയുള്ള സ്റ്റേറ്റ്മെന്റുകൾ ചെയ്യുമ്പോൾ നമ്മൾ ഫോളോ ചെയ്യുന്ന ചില മെത്തേഡുകള്, ചില കസ്റ്റംസ്, ചില ട്രഡീഷൻസ് ഒക്കെ നമ്മൾ ഫോളോ ചെയ്യാറുണ്ട്. അതിനെയൊക്കെയാണ് എന്തെന്ന് പറയുന്ന അക്കൗണ്ടിങ് കൺവെൻഷൻസ് എന്ന് പറയുന്നത്. അതെന്തൊക്കെയാണെന്നൊക്കെ നമുക്ക് പഠിക്കാം. നിങ്ങൾ ഓർത്തു വെക്കേണ്ട ഇത്രേ ഉള്ളൂ. അക്കൗണ്ടിങ് കൺവെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താണ്, കുറച്ചധികം മെത്തേഡുകൾ, കസ്റ്റംസ് അല്ലെ ട്രഡീഷൻസ് ആണ്. അതെന്താണ് അക്കൗണ്ടിങ്ങിന്റെ അകത്ത് നമ്മൾ ഫോളോ ചെയ്യുന്നതാണ്. എന്ത് പ്രിപ്പയർ ചെയ്യുമ്പോൾ അക്കൗണ്ടിങ്ങിലെ സ്റ്റേറ്റ്മെന്റുകൾ അല്ലെങ്കിൽ പണപരമായിട്ടുള്ള അക്കൗണ്ടിങ് ട്രാൻസാക്ഷനുകൾ, മോണിറ്ററി ആയിട്ടുള്ള അക്കൗണ്ടിങ് ട്രാൻസാക്ഷനുകൾ, പണത്തിൽ പ്രതിപാദിക്കാവുന്ന ട്രാൻസാക്ഷനുകൾ നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? ഇപ്പൊ കടമായിട്ട് വാങ്ങി എന്ന് പറഞ്ഞാൽ അവിടെ എന്തുണ്ട്? പണത്തിന്റെ മൂല്യം വരുന്നുണ്ട്. അത്തരത്തിലുള്ള ട്രാൻസാക്ഷനുകൾ, പണത്തിൽ പ്രതിപാദിക്കാവുന്ന ട്രാൻസാക്ഷനുകൾ നമ്മൾ എന്ത് ചെയ്യും? അക്കൗണ്ടിങ്ങിന്റെ അകത്ത് റെക്കോർഡ് ചെയ്യും. അന്നേരം നമ്മൾ ഫോളോ ചെയ്യുന്ന മെത്തേഡുകളെയും കസ്റ്റമുകളെയും ട്രഡീഷനുകളെയും ഒക്കെയാണ് മക്കളെ നമ്മൾ എന്തെന്ന് പറയുന്നത്? അക്കൗണ്ടിങ് കൺവെൻഷൻ എന്ന് പറയുന്നത്. ദീസ് പ്രൊസീജിയേഴ്സ് എമേർജ് ഫ്രം യൂസേജ് ഓർ കസ്റ്റംസ് അല്ലെ. നമ്മളുടെ എന്താണ് പ്രധാനപ്പെട്ട, നമുക്ക് ഈ ട്രാൻസാക്ഷനുകൾ എല്ലാം റെക്കോർഡ് ചെയ്യണം. നമുക്ക് ഒരുപാട് ട്രാൻസാക്ഷനുകൾ എന്തുണ്ടാകുന്നുണ്ട്? ഒരു ബിസിനസ് നടത്തുമ്പോൾ ഉണ്ടാകാറുണ്ട്. ഇത്തരത്തിലുള്ള ട്രാൻസാക്ഷനുകൾ എല്ലാം റെക്കോർഡ് ചെയ്യുമ്പോൾ നമ്മൾ ഫോളോ ചെയ്യേണ്ട കുറച്ച് മെത്തേഡുകളും കുറച്ച് കസ്റ്റംസും കുറച്ച് ട്രഡീഷനുകളൊക്കെയാണ് അക്കൗണ്ടിങ് കൺവെൻഷൻ എന്ന് പറയുന്നത് എന്ന് ഓർത്ത് വെക്കുക. ഇനി അടുത്താണ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്. എന്താണ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് അക്കൗണ്ടിങ്, ഒരു റിട്ടൺ ആയിട്ടുള്ള പോളിസി ഡോക്യുമെന്റ് ആണ്. അത്ര ഒന്ന് ഓർത്ത് വെക്കുക. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു റിട്ടൺ ആയിട്ടുള്ള പോളിസി ഡോക്യുമെന്റ് ആണ്, എഴുതി തയ്യാറാക്കിയ ഒരു പോളിസി ഡോക്യുമെന്റ് ആണ്. ഈ അക്കൗണ്ടിങ് ട്രാൻസാക്ഷനുകൾ നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിന്റെ അകത്ത് റെക്കോർഡ് ചെയ്യുമ്പോൾ അത് എങ്ങനെ റെക്കഗ്നൈസ് ചെയ്യണം, എങ്ങനെ മെഷർ ചെയ്യണം, എങ്ങനെ പ്രസന്റ് ചെയ്യണം, എങ്ങനെ ഡിസ്ക്ലോസ് ചെയ്യണം എന്നൊക്കെ എന്താണ് പ്രോപ്പർ ആയിട്ട് പറയുന്ന അക്കൗണ്ടിങ് ഒരു റിട്ടൺ ആയിട്ടുള്ള പോളിസി ഡോക്യുമെന്റ് ആണ് ഏതെന്ന് പറയുന്നത്? അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. അതാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ഈസ് എ കോമൺ സെറ്റ് ഓഫ് അക്കൗണ്ടിങ് പോളിസി. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് എന്താണ്? ഒരു കോമൺ സെറ്റ് ഓഫ് അക്കൗണ്ടിങ് പോളിസീസ് ആണ് ആൻഡ് ഗൈഡ് ലൈൻസ് ആണ്. പോളിസീസ് ഓർത്ത് വെക്കുക. കോമൺ സെറ്റ് ഓഫ് അക്കൗണ്ടിങ് പോളിസീസ്, ഗൈഡ് ലൈൻസ് ബേസ്ഡ് ഓൺ ദ പ്രിൻസിപ്പിൾസ് ആൻഡ് മെത്തേഡ്സ് ഓഫ് അക്കൗണ്ടിങ് ടു ബി ഫോളോഡ്, എൻഷർ യൂണിഫോമിറ്റി ഇൻ ദി ടെർമിനോളജി അപ്രോച്ചസ് ആൻഡ് പ്രസന്റേഷൻ ഓഫ് എ റിസൾട്ട്. അപ്പൊ എന്താണ്? നമുക്ക് അക്കൗണ്ടിങ് ട്രാൻസാക്ഷനുകൾ റെക്കോർഡ് ചെയ്ത് അത് പ്രസന്റ് ചെയ്ത് മുന്നിലോട്ട് എത്തുമല്ലോ. അപ്പൊ അതിനുവേണ്ടി നമ്മൾ ഫോളോ ചെയ്യുന്ന കുറച്ചധികം റൂളുകളെയും കുറച്ചധികം മെത്തേഡുകളെയും കുറച്ചധികം പ്രിൻസിപ്പിൾസുകളെയും ഒക്കെ ഫോളോ ചെയ്തുകൊണ്ടാണ് പോകുന്നത്. ഇതിനെയൊക്കെയാണ് എന്ന് പറയുന്നത് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്. ഇതൊരു എഴുതി തയ്യാറാക്കിയിട്ടുള്ള റിട്ടൺ ആയിട്ടുള്ള പോളിസി ഡോക്യുമെന്റ് ആണ്. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ഇംപ്രൂവ് ദ ട്രാൻസ്പെറൻസി ആൻഡ് ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ഇൻ ഓൾ കൺട്രീസ്. അപ്പൊ ഓർത്ത് വെക്കുക, എന്താണ് ട്രാൻസ്പെറൻസി, സുതാര്യത അല്ലെ. എല്ലായിടത്തും ഒരേ രീതിയിലുള്ള കാര്യങ്ങൾ ഫോളോ ചെയ്യാനായിട്ട്. അപ്പൊ നമ്മൾ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് വെച്ചിട്ടാണ് അക്കൗണ്ടിങ് ട്രാൻസാക്ഷനുകൾ റെക്കോർഡ് ചെയ്യുന്നതെങ്കിൽ എല്ലായിടത്തും ഒരേ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ആയിരിക്കും എല്ലാവരും ഫോളോ ചെയ്യുന്നത്. അതുകൊണ്ട് കമ്പാരിസൺ ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം? പോസിബിൾ ആയിരിക്കും. ഓർത്ത് വെക്കുക, അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത് എന്ത് ഇംപ്രൂവ് ചെയ്യുന്നുണ്ട്? ട്രാൻസ്പെറൻസി അല്ലെ. ട്രാൻസ്പെറൻസി ഓഫ് ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗിന്റെ ട്രാൻസ്പെറൻസി ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ഇംപ്രൂവ് ചെയ്യുന്നുണ്ട്. ക്ലാരിറ്റി ഇംപ്രൂവ് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ എന്താണ് അതിന്റെ ആക്യുറസി ഇംപ്രൂവ് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യമൊക്കെ ഓർത്ത് വെക്കുക.
ഇനി അടുത്താണ് അക്കൗണ്ടിംഗ് പോളിസീസ്. അക്കൗണ്ടിംഗ് പോളിസീസ് റെഫേഴ്സ് ടു ദ മെത്തേഡ് അഡോപ്റ്റഡ് ബൈ ഈച്ച് എന്റർപ്രൈസസ് ഫോർ അപ്ലൈയിങ് അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾസ് ഇൻ പ്രാക്ടീസസ്. നമുക്കറിയാം അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾസ് ഒരുപാടെണ്ണം നമ്മൾ പഠിക്കും. ആ പ്രിൻസിപ്പിൾസ് ഒക്കെ നമ്മൾ പ്രാക്ടീസിലേക്ക് എത്താനായിട്ട്, അപ്ലൈ ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡുകൾ, നമ്മൾ ഒരുപാട് മെത്തേഡുകളൊക്കെ അഡോപ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. ആ മെത്തേഡുകളൊക്കെയാണ് അക്കൗണ്ടിംഗ് പോളിസീസ് എന്ന് പറയുന്നത്. അക്കൗണ്ടിംഗ് പോളിസീസ് റെഫേഴ്സ് ടു ദ മെത്തേഡ്സ് അഡോപ്റ്റഡ് ബൈ, മെത്തേഡുകൾ ഏതെല്ലാം മെത്തേഡുകൾ ആണോ നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ അക്കൗണ്ടിങ് പ്രാക്ടീസ് നടത്താനായിട്ട്, അക്കൗണ്ടിങ് എന്താണ് നമ്മൾ വെച്ചേക്കുന്ന നമ്മുടെ പ്രിൻസിപ്പിൾസ് ഒക്കെ അപ്ലൈ ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡുകളെയാണ് അക്കൗണ്ടിങ് പോളിസീസ് എന്ന് പറയുന്നത്. ജസ്റ്റ് ഒരു ബേസ് പറയുന്നതേ ഉള്ളൂ. ഇതിന്റെ അകത്ത് ക്വസ്റ്റ്യൻ ഒന്നും അങ്ങനെ എന്താണ് നമുക്ക് വരാൻ പോകുന്ന കാര്യങ്ങളാണ്. ക്വസ്റ്റ്യൻ ചിലപ്പോൾ എങ്ങനെ സ്റ്റേറ്റ്മെന്റ് ഓറിയന്റഡ് ആയിട്ട് വല്ലതും വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റണം, പിക്ക് ചെയ്തെടുക്കാൻ പറ്റണം. ജസ്റ്റ് നോക്കി വെക്കുക എന്താണ് അക്കൗണ്ടിങ് പ്രാക്ടീസസ്, അല്ല എന്താണ് അക്കൗണ്ടിങ് പോളിസീസ്, എന്താണ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്, എന്താണ് അക്കൗണ്ടിങ് കൺവെൻഷൻ, എന്താണ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ്, JAAPക്കകത്തുള്ള. ഇനിയാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, കറക്റ്റ് ആയിട്ടുള്ള പഠിച്ചു തുടങ്ങാൻ പോകുന്നത് അക്കൗണ്ടിങ് കോൺസെപ്റ്റുകൾ പഠിച്ചു തുടങ്ങാൻ പോവുകയാണ്. മക്കളെ പഠിച്ചോണം, വെരി വെരി ഇമ്പോർട്ടന്റ്. നമുക്ക് എപ്പോഴും ക്വസ്റ്റ്യൻ വരുന്നതാണ് അക്കൗണ്ടിങ്ങിന്റെ അകത്തുള്ള കോൺസെപ്റ്റുകൾ അല്ലെങ്കിൽ അക്കൗണ്ടിങ്ങിലെ മെയിൻ ആയിട്ടുള്ള പ്രിൻസിപ്പിൾസുകൾ ഏതെല്ലാമാണ് എന്നുള്ളത്. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടും ഒന്നാമതായിട്ടും നമ്മൾ പഠിക്കുന്ന ഒന്നാണ് എന്ന് പറയുന്നത് സെപ്പറേറ്റ് എന്റിറ്റി പ്രിൻസിപ്പിൾ, സെപ്പറേറ്റ് എന്റിറ്റി കോൺസെപ്റ്റ് എന്നൊക്കെ പറയുന്നത്. സെപ്പറേറ്റ് എന്റിറ്റി കോൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മക്കളെ കൃത്യമായി മനസ്സിലാക്കി വെക്കുക, ബിസിനസിനെയും ബിസിനസ്മാനെയും രണ്ട് വ്യക്തികളായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഈ ഒരു കോൺസെപ്റ്റ് അനുസരിച്ച് ബിസിനസിനെയും ബിസിനസ്മാനെയും രണ്ട് സെപ്പറേറ്റ്, രണ്ട് വ്യക്തികളായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ബിസിനസിന് വേറൊരു നിലനിൽപ്പുണ്ടായിരിക്കും, ബിസിനസ്മാന് വേറൊരു രണ്ടുപേരും രണ്ട് ഇൻഡിവിജ്വൽ ആയിട്ട് നിലനിൽപ്പുള്ള, ഇൻഡിവിജ്വൽ ആയിട്ട് എക്സിസ്റ്റൻസ് ഉള്ള രണ്ട് വ്യക്തികളായിട്ടാണ് ഇവിടെ കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ അത് ഓർത്തു വെക്കുക. In accounting, business is considered as a separate entity from its proprietor. Proprietor എന്ന് പറഞ്ഞാൽ ഓണർ. ബിസിനസിന്റെ ഓണറിൽ നിന്ന് സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു എന്റിറ്റി ഉണ്ട്, ഒരു നിലനിൽപ്പുണ്ട് എന്നുള്ള കാര്യം ഓർത്തു വെക്കുക. എന്താണ്, ബിസിനസ്സിൽ നിന്ന് ബിസിനസ്മാനെ വേർതിരിച്ചു നിർത്തുന്നു, അല്ലെ ബിസിനസ്സും ബിസിനസ്മാനും രണ്ട് സെപ്പറേറ്റ് ആയിട്ടുള്ള എന്റിറ്റി ഉണ്ട്. ഇനി എന്താണ്, ദ പ്രൊപ്പറേറ്റർ ബ്രിങ് ദ മണി ടു ദ ബിസിനസ്, അല്ലെ പ്രൊപ്പറേറ്റർ അല്ലെ ഒരു ബിസിനസ് തുടങ്ങുന്ന സമയത്ത് നമ്മൾ ഇനീഷ്യൽ ആയിട്ട് കുറച്ച് പൈസ കൊണ്ടുവരികയല്ലേ. ഇപ്പൊ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ രാജിനി എന്ന് പറയുന്ന ആള് എന്ത് ചെയ്യാൻ തീരുമാനിച്ചു, ഒരു പച്ചക്കറി കട, എന്താണ് ഒരു എന്താണ് പറയുന്നത്, ഒരു നാച്ചുറൽ ആയിട്ട് അല്ലെങ്കിൽ എന്താണ് പെസ്റ്റിസൈഡ്സ് ഒന്നും ചേർക്കാത്ത വീട്ടിലുണ്ടാക്കുന്ന പച്ചക്കറി കട തുടങ്ങാനായിട്ട് ആര് തീരുമാനിച്ചു, ഈ രാജിനി തീരുമാനിച്ചു. രാജിനി കവലയിൽ എന്ത് ചെയ്തു, ഒരു തട്ടൊക്കെ കട്ടി എന്ത് ചെയ്യുന്നു, അവിടെ വന്നിരുന്നു, എന്താണ് പച്ചക്കറി മേടിക്കാനായിട്ട് തീരുമാനിച്ചു. പച്ചക്കറി എന്ത് ചെയ്യും, പല പല കർഷകരുണ്ടായിരിക്കും, വീട്ടിലുണ്ടാക്കുന്ന കർഷകരുണ്ടല്ലോ, അവരുടെ കയ്യിൽ നിന്നൊക്കെ രാജിനി എന്ത് മേടിക്കുന്നുണ്ട്, ഈ ഒരു പച്ചക്കറി മേടിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ ആദ്യമേ രാജിനിക്ക് ഇത് മേടിച്ച് വെക്കാനായിട്ടൊരു പൈസ വേണ്ടേ, അല്ലെ രാജിനിക്ക് ഇത് മേടിച്ചു വെക്കാനായിട്ട് ഒരു പൈസ വേണം. രാജിനി ഇങ്ങനെ ഒരു ബിസിനസ് തുടങ്ങുകയാണ്, എന്താണ് ഇപ്പൊ എല എന്ന് പറയുന്ന ഒരു കടയാണ് രാജിനി തുടങ്ങുന്നത്. ഈ ഒരു പച്ചക്കറി കടയ്ക്കായിട്ട് രാജിനി ഇട്ടേക്കുന്ന പേരെന്ന് പറയുന്നത് എല എന്നാണ് എന്ന് വിചാരിക്കാം. എല എന്ന് പറയുന്ന ഒരു പേരിൽ രാജിനി ഒരു പച്ചക്കറി കട സ്റ്റാർട്ട് ചെയ്യാണ്. ഈ പച്ചക്കറി കടയിലേക്ക് രാജിനിക്ക് എന്ത് മേടിച്ചു വെക്കണം, പച്ചക്കറി മേടിച്ചു വെക്കണം. അതിനുവേണ്ടി രാജിനിക്ക് എന്ത് വേണം, ഇനീഷ്യൽ ആയിട്ട് കുറച്ചധികം ക്യാഷ് വേണം. ആ ക്യാഷ് രാജിനി എന്ത് ചെയ്യാണ്, സ്വന്തമായിട്ടാണ് ബിസിനസ്സിലേക്ക് ഇറക്കുന്നത്. അപ്പൊ ഇങ്ങനെ ബിസിനസ്സിലേക്ക് രാജിനി ഇറക്കുന്ന പൈസക്കാണ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. രാജിനി ഇനീഷ്യൽ ആയിട്ട് ഇറക്കുന്ന പൈസക്കാണ് എന്ന് പറയുന്നത് മൂലധനം അഥവാ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഇത് ബിസിനസ് എന്ത് ചെയ്യണം, രാജിനിക്ക് തിരിച്ചു കൊടുക്കണമാണ്. ബിസിനസിനെയും ബിസിനസ്മാനെയും രണ്ട് വ്യക്തികളായിട്ട് കാണുന്നതുകൊണ്ട് തന്നെ ബിസിനസ്സിലേക്ക് രാജിനി ഇറക്കുന്ന പൈസ ബിസിനസ് എന്ത് ചെയ്യണം, രാജിനിക്ക് തിരിച്ചു കൊടുക്കണം. ബിസിനസ് രാജിനിയുടെ കയ്യിൽ നിന്ന് കടമായിട്ട് വാങ്ങുന്നതായിട്ടാണ് എന്ത് ചെയ്യുന്നത്, കൺസിഡർ ചെയ്യുന്നത്. അതാണ് ഇവിടെ പറയുന്നത്. ഈ സെപ്പറേറ്റ് എന്റിറ്റി പ്രിൻസിപ്പിൾ അനുസരിച്ച് എന്താണ് പറയുന്നത്, ബിസിനസ് ഈസ് കൺസിഡേർഡ് ആസ് ദ സെപ്പറേറ്റ് എന്റിറ്റി ഫ്രം ഇറ്റ്സ് പ്രൊപ്പറേറ്റർ. വെൻ ദ പ്രൊപ്പറേറ്റർ ബ്രിങ് ദ മണി ഇൻ ടു ദ ബിസിനസ് ഇറ്റ് ഈസ് കൺസിഡേർഡ് ആസ് ദ ലൈബിലിറ്റി ഓഫ് ദി ഫേം. അതായത് എന്താണ്, ബിസിനസ്സിലേക്ക് ബിസിനസ്മാൻ കൊണ്ടുവരുന്ന പൈസ എന്തായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്, ലൈബിലിറ്റി ആയി, ആ ഫേമിന്റെ ലൈബിലിറ്റി ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഫേം അത് തിരിച്ചു കൊടുക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെ അതെന്താണ്, ഒരു ലൈബിലിറ്റി ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ ക്യാപിറ്റൽ ഒരു ലൈബിലിറ്റി ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. എന്തുകൊണ്ടാണെന്നാ പറഞ്ഞിരിക്കുന്നത്, ബിസിനസ് സെപ്പറേറ്റ് എന്റിറ്റി പ്രിൻസിപ്പിൾ അനുസരിച്ച് ബിസിനസിനെയും ബിസിനസ്മാനെയും രണ്ട് സെപ്പറേറ്റ് വ്യക്തികളായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ ബിസിനസ്മാൻ ബിസിനസ്സിലേക്ക് ഇറക്കുന്ന പൈസ നമ്മൾ എന്ത് ചെയ്യേണ്ടതാണ്, തിരിച്ച് കൊടുക്കേണ്ടതാണ് എന്നുള്ള കാര്യം ഓർത്തു വെക്കുക. ദ ഡെത്ത് ഓർ ഇൻസോൾവൻസി ഓഫ് ദ പ്രൊപ്പറേറ്റർ ഡസ് നോട്ട് അഫക്ട്സ് ദ ബിസിനസ്. അത് ഓർത്തു വെച്ചോണം. ബിസിനസ്മാൻ മരിക്കുകയോ ബിസിനസ്മാൻ ഇൻസോൾവൻസി ആവുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാലും അത്
എന്തിനെ അഫക്ട് ചെയ്യത്തില്ല? ബിസിനസിനെ അഫക്ട് ചെയ്യത്തില്ല. ഏത് കോൺസെപ്റ്റ് അനുസരിച്ച്? സെപ്പറേറ്റ് എന്റിറ്റി കോൺസെപ്റ്റ് അനുസരിച്ച് എന്നുള്ള കാര്യം കൂടി ഓർത്തു വെക്കുക. The death or insolvency of the proprietor does not affect the ബിസിനസിനെ അത് എന്ത് ചെയ്യത്തില്ല? അഫക്ട് ചെയ്യത്തില്ല എന്നുള്ള കാര്യം കൂടി ഓർത്തു വെക്കുക. ഏത് കോൺസെപ്റ്റ് അനുസരിച്ച്? സെപ്പറേറ്റ് എന്റിറ്റി കോൺസെപ്റ്റ് അനുസരിച്ച്. ഇനി അടുത്തതാണ് ഗോയിങ് കൺസേൺ കോൺസെപ്റ്റ്. ഗോയിങ് കൺസേൺ കോൺസെപ്റ്റ് എന്ന് പറഞ്ഞ മക്കളെ, ബിസിനസിന് ഒരു ദീർഘകാല നിലനിൽപ്പുണ്ട്. ബിസിനസ് ഇന്ന് തുടങ്ങി നാളെ അവസാനിക്കുന്നതല്ല. ബിസിനസിന് എന്തുണ്ട്? ഒരു ലോങ് ലൈഫ് ഉണ്ട് എന്ന് പറയുന്ന ബിസിനസ് കോൺസെപ്റ്റ് ആണ് എന്ന് പറയുന്നത് ഗോയിങ് കൺസേൺ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. അതായത് ബിസിനസിന് എന്തുണ്ട്? ഒരു ലോങ് ലൈഫ് ഉണ്ട് എന്നാണ് ഇത് പറയുന്നത്, ഈ ഒരു കോൺസെപ്റ്റ് അനുസരിച്ച് പറയുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. ഗോയിങ് കൺസേൺ കോൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അക്കോർഡിംഗ് ടു ദിസ് കോൺസെപ്റ്റ് ഇറ്റ്സ് അസ്യൂം ദാറ്റ് ദ ബിസിനസ് വിൽ കണ്ടിന്യൂ ഫോർ എ ലോങ് ടൈം ആൻഡ് വിൽ നോട്ട് എൻഡ്. ബിസിനസ് എന്താണ്? ഒരു ലോങ് ലൈഫ് ഉണ്ട്. ബിസിനസ് ഇന്ന് തുടങ്ങി നാളെ അവസാനിക്കുകയല്ല. ബിസിനസിന് എന്തുണ്ട്? കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ലൈഫ് ഉണ്ട് എന്ന് പറയുന്ന കോൺസെപ്റ്റ് ആണ് ഏതെന്ന് പറയുന്നത്? ഗോയിങ് കൺസേൺ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഫിക്സഡ് അസറ്റുകളൊക്കെ വാങ്ങിക്കുകയും ഫിക്സഡ് അസറ്റുകൾക്കൊക്കെ പ്രോപ്പർ ആയിട്ട് ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞാൽ തേയ്മാനം. തേയ്മാനം എന്താണെന്ന് അറിയാലോ? നിങ്ങൾ ഇന്ന് ഒരു കാറ് വാങ്ങിയിട്ട് അല്ലെ 10 വർഷം കഴിഞ്ഞാൽ കാറ് വിറ്റ് കഴിഞ്ഞാൽ വാങ്ങിയ വില കിട്ടുമോ? ഇല്ല അല്ലെ? നമ്മൾ അതിനകത്ത് എന്ത് കുറയും? ഡിപ്രീസിയേഷൻ കുറഞ്ഞിട്ടുള്ള വാല്യൂവേ കിട്ടത്തുള്ളൂ. ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഉപയോഗം മൂലം ഒരു അസറ്റിന്റെ വാല്യൂവിൽ ഉണ്ടാകുന്ന കുറവിനെയാണ് എന്തെന്ന് പറയുന്നത്? ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഡിപ്രീസിയേഷൻ ഒക്കെ നമ്മൾ അക്കൗണ്ടിങ്ങിനകത്ത് പ്രോപ്പർ ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് പോകുന്നത് എന്തുകൊണ്ടാണ്? നമ്മുടെ ബിസിനസ് ഇന്ന് തീരുന്നില്ല, ഇനിയും കണ്ടിന്യൂ ചെയ്ത് പോകും എന്നുള്ള ഉദ്ദേശത്തിനാണ് നമ്മൾ ഡിപ്രീസിയേഷൻ കാൽക്കുലേഷൻ ഒക്കെ വെക്കുന്നത്. അതാണ് ഇവിടെ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞിരിക്കുന്ന ഈ എക്സാമ്പിളിന്റെ അകത്ത് പറയുന്നത് ഇൻക്ലൂഡ് ദ ഡിപ്രീസിയേഷൻ ചാർജ് ഓൺ ഫിക്സഡ് അസറ്റ്, സെപ്പറേഷൻ ഓഫ് ക്യാപിറ്റൽ ആൻഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞും റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞും ഒക്കെ നമ്മൾ തരം തിരിച്ചു വെക്കുന്നത്. അതായത് എന്താണ്? ഒരു ഫിക്സഡ് അസറ്റ് വാങ്ങാനായിട്ട് നമ്മൾ ഉണ്ടാകുന്ന ചെലവ് അല്ലെ? ഇപ്പൊ ഒരു ഫർണിച്ചർ വാങ്ങാനായിട്ട്, ഒരു മെഷീനറി വാങ്ങാനായിട്ട്, ഒരു ലാൻഡ് വാങ്ങാനായിട്ടൊക്കെ ഉള്ള ചെലവിനെയാണ് നമ്മൾ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. അതായത് ഒരു ഫിക്സഡ് അസറ്റ് അക്വയർ ചെയ്യാനായിട്ട് നമുക്ക് ഉണ്ടാകുന്ന, ഒരു ഫിക്സഡ് അസറ്റ് വാങ്ങുമ്പോൾ അല്ലെങ്കിൽ ഫിക്സഡ് അസറ്റ് അക്വയർ ചെയ്യുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന എക്സ്പെൻസുകളെയാണ് നമ്മൾ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡേ ടു ഡേ ആയിട്ടുള്ള എക്സ്പെൻഡിച്ചേഴ്സിനെയാണ് എന്ന് പറയുന്നത്. റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ നമ്മൾ പഠിക്കാൻ പോകുന്നതാണ്. അപ്പൊ അതൊക്കെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്ന എന്ത് ഉദ്ദേശത്തോടു കൂടിയാണ്? ബിസിനസ്സിന് എന്തുണ്ട്? ഒരു ലോങ് ലൈഫ് ഉണ്ട് എന്ന് പറയുന്നത്. അതായത് സപ്ലൈ ഓഫ് ഗുഡ്സ് ഓൺ ക്രെഡിറ്റിലൊക്കെ സാധനങ്ങൾ വിൽക്കുകയും അതുപോലെ തന്നെ പ്രീപെയ്ഡ് ആയിട്ട് എക്സ്പെൻസുകൾ, അതായത് നമ്മളുടെ നേരത്തെ തന്നെ മുൻകൂട്ടി നമ്മൾ എക്സ്പെൻസുകളൊക്കെ മീറ്റ് ചെയ്യുന്നതും ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ട് ഇൻകം ഒന്നും കിട്ടാതെ നമ്മൾ കിട്ടും ഇനി പിന്നീട് മേടിക്കാം എന്നുള്ള രീതിയിൽ മാറ്റിയിടുന്നതും ഒക്കെ എന്ത് ഉദ്ദേശത്തിലൂടെയാണ്? ബിസിനസ് ഇന്നും ചെയ്യുന്നില്ല, നാളെ ഇൻകം ഇൻകം ജനറേറ്റഡ് ആയി, പക്ഷെ നമുക്ക് ലഭിച്ചില്ല, ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ട് കിടക്കുവാണ്, നാളെ നമുക്കത് കിട്ടും എന്ന് പറഞ്ഞ് നാളെ ബിസിനസ് ഉണ്ട് എന്നുള്ള ഒരു കോൺസെപ്റ്റ് ഉള്ളതുകൊണ്ടാണ് ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ട് ഇൻകം കിടക്കുന്നതും പ്രീപെയ്ഡ് ആയിട്ട് എക്സ്പെൻസസ് മീറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുന്നത്. അപ്പൊ അതൊക്കെ ഒന്ന് ഓർത്തു വെച്ചോണം. ഇതൊക്കെ ഏത് കോൺസെപ്റ്റ് അനുസരിച്ചാണ്? ഗോയിങ് കൺസേൺ കോൺസെപ്റ്റ് അനുസരിച്ചാണ്. ഗോയിങ് കൺസേൺ കോൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിസിനസിന് എന്തുണ്ട്? ഒരു ലോങ് ലൈഫ് ഉണ്ട്. മക്കളെ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. ബിസിനസിന് ഒരു ലോങ് ലൈഫ് ഉണ്ട് പറയുന്നതാണ്. അടുത്തത് നമ്മൾ പറഞ്ഞിട്ടുള്ള കോൺസെപ്റ്റ് ആണ്. ഏതാണ് പറയുന്നത്? മണി മെഷർമെന്റ് കോൺസെപ്റ്റ്. മണി മെഷർമെന്റ് കോൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മക്കളെ വളരെ സിമ്പിൾ ആണ്, കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. പണപരമായിട്ടുള്ള ട്രാൻസാക്ഷനുകൾ മാത്രമേ എന്തിൽ റെക്കോർഡ് ചെയ്യത്തുള്ളൂ? അക്കൗണ്ടിങ്ങിൽ റെക്കോർഡ് ചെയ്യത്തുള്ളൂ എന്ന് പറയുന്ന കോൺസെപ്റ്റ് ആണ് ഏതെന്ന് പറയുന്നത്? മണി മെഷർമെന്റ് കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. പണപരമായിട്ടുള്ള ട്രാൻസാക്ഷനുകൾ മാത്രമേ അക്കൗണ്ടിങ്ങിൽ റെക്കോർഡ് ചെയ്യത്തുള്ളൂ എന്ന് പറയുന്ന കോൺസെപ്റ്റ് ആണ് ഏതെന്ന് പറയുന്നത്? മണി മെഷർമെന്റ് കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ദ ട്രാൻസാക്ഷൻസ് ഇൻവോൾവ്സ് ദ മണി ഓർ മണീസ് വർത്ത് ആർ റെക്കോർഡഡ് ഇൻ ദ ബുക്സ് ഓഫ് അക്കൗണ്ട്. അതായത് അക്കൗണ്ടിങ്ങിലെ ബുക്സ് ഓഫ് അക്കൗണ്ടുകൾക്കകത്ത് അക്കൗണ്ടിങ്ങിന്റെ ട്രാൻസാക്ഷനുകൾ, ഇവന്റുകൾ, ഒരുപാട് കാര്യങ്ങൾ അക്കൗണ്ടിങ്സിൽ നടക്കുകയല്ലേ. അപ്പൊ ഇങ്ങനെയുള്ള ബിസിനസ്സിൽ നടക്കുന്ന അക്കൗണ്ട്സ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്കകത്ത് പണത്തിൽ പ്രതിപാദിക്കാവുന്ന കാര്യങ്ങൾ മാത്രമേ നമ്മൾ ബുക്സ് ഓഫ് അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്യത്തുള്ളൂ എന്ന് പറയുന്ന അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ അല്ലെ അക്കൗണ്ടിങ് കോൺസെപ്റ്റ് ആണ് ഇതെന്ന് പറയുന്നത് മണി മെഷർമെന്റ് കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. മാത്സ് ഫോളോയിങ് ആയിട്ട് വരുവേ കൃത്യമായി മനസ്സിലാക്കി വെക്കുക. മണി മെഷർമെന്റ് കോൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബിസിനസ് ട്രാൻസാക്ഷനിലെ പണപരമായിട്ടുള്ള ട്രാൻസാക്ഷനുകൾ, മോണിറ്ററി ആയിട്ടുള്ള എക്കണോമിക് ടേംസിലുള്ള ട്രാൻസാക്ഷനുകൾ മാത്രമേ നമ്മൾ എന്ത് ചെയ്യത്തുള്ളൂ? ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ റെക്കോർഡ് ചെയ്യത്തുള്ളൂ. ഹൗവർ ദ ക്വാളിറ്റേറ്റീവ് ഫാക്ടേഴ്സ് സച്ച് ആസ് ദ എംപ്ലോയീസ് എക്സ്പീരിയൻസ് അല്ലെ, എംപ്ലോയിയുടെ എക്സ്പീരിയൻസ്, എംപ്ലോയിയുടെ ഹോണസ്റ്റി, എംപ്ലോയിയുടെ
പഞ്ച്വാലിറ്റി, ഇങ്ങനെയുള്ള എംപ്ലോയിയുടെ ഗുണങ്ങളൊന്നും നമ്മൾ എന്ത് ചെയ്യത്തില്ല, റെക്കോർഡ് ചെയ്യത്തില്ല. എംപ്ലോയിക്ക് കൊടുത്ത സാലറി റെക്കോർഡ് ചെയ്യും അല്ലെ, എംപ്ലോയിക്ക് കൊടുത്ത റെമ്യൂണറേഷൻ റെക്കോർഡ് ചെയ്യും അല്ലെ, എംപ്ലോയിക്ക് എന്തെങ്കിലും രീതിയിലുള്ള ബെനിഫിറ്റ്സ് കൊടുത്തിട്ടുണ്ട്, മോണിറ്ററി ആയിട്ടുള്ള ബെനിഫിറ്റ്സുകൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം നമ്മൾ റെക്കോർഡ് ചെയ്യും. പക്ഷെ എന്താണ്, ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ്, അയാളുടെ ഹോണസ്റ്റി, അയാളുടെ അയാളുടെ പഞ്ച്വാലിറ്റി അല്ലെങ്കിൽ ബ്യൂട്ടി, ഇതൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, റെക്കോർഡ് ചെയ്യാനായിട്ട് പറ്റില്ല. ട്രാൻസാക്ഷൻ ഏത് തരത്തിലുള്ള ട്രാൻസാക്ഷൻ മാത്രമേ ഉള്ളൂ, മോണിറ്ററി ആയിട്ടുള്ള എക്കണോമിക് ടേംസിൽ പണപരമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, മെഷർ ചെയ്യാനായിട്ട് പറ്റണം. അത്തരത്തിലുള്ള ട്രാൻസാക്ഷനെ റെക്കോർഡ് ചെയ്യത്തുള്ളൂ എന്ന് പറയുന്ന കോൺസെപ്റ്റ് ആണ് ഇത് മണി മെഷർമെന്റ് കോൺസെപ്റ്റ്. മക്കളെ കൃത്യമായി മനസ്സിലാക്കി എടുക്കുക. അടുത്തതാണ് ഡ്യുവൽ ആസ്പെക്ട്സ് കോൺസെപ്റ്റ്. എന്താണ് ഡ്യുവൽ ആസ്പെക്ട്സ് കോൺസെപ്റ്റ്? ഡ്യുവൽ ആസ്പെക്ട്സ് കോൺസെപ്റ്റ്, ഡ്യുവൽ പേരിൽ നിന്ന് തന്നെയുണ്ട്, രണ്ട് ആസ്പെക്ട്സുകളുണ്ട്. നമ്മൾ നേരത്തെ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്. രണ്ട് ആസ്പെക്ട്സുകൾ ഏതൊക്കെയാണ്? അക്കൗണ്ടിംഗ് ട്രാൻസാക്ഷനുകൾ റെക്കോർഡ് ചെയ്യുമ്പോൾ രണ്ട് ആസ്പെക്ട്സുകളുണ്ട്. ഏതൊക്കെയാണ്? റിസീവിംഗ് ആസ്പെക്ട്സും ഗിവിംഗ് ആസ്പെക്ട്സും, അല്ലെങ്കിൽ ഡെബിറ്റ് ആസ്പെക്ട്സും ക്രെഡിറ്റ് ആസ്പെക്ട്സും. രണ്ട് ആസ്പെക്ട്സുകളുണ്ട്, നമ്മൾ പഠിച്ചിരുന്നു അല്ലെ. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പർച്ചേസ്ഡ് മെഷീനറി, പർച്ചേസ്ഡ് മെഷീനറി പർച്ചേസ് ചെയ്തു. എങ്ങനെയാ ജേണൽ എൻട്രി വരുന്നത്? മെഷീനറി പർച്ചേസ് ചെയ്ത ആളെ ജേണൽ എൻട്രി എങ്ങനെയാണ് മക്കളെ? എന്ത് വന്നു നമ്മളുടെ അടുത്തേക്ക്? മെഷീനറി പർച്ചേസ് ചെയ്തിട്ട് എന്ത് വന്നു? മെഷീനറി വന്നു അല്ലെ, മെഷീനറി വന്നു. മെഷീനറി അക്കൗണ്ട് ഡെറ്റർ. എന്ത് പോയി നമ്മുടെ അടുത്തുനിന്ന്? ടു ക്യാഷ്. മെഷീനറി വന്നു, ക്യാഷ് പോയി അല്ലെ. ഒരു ഡെബിറ്റ് ആസ്പെക്ട്സും ഉണ്ട്, ഒരു ക്രെഡിറ്റ് ആസ്പെക്ട്സും ഉണ്ട്. ഏതാണ് ഡെബിറ്റ് ആസ്പെക്ട്സ്? മെഷീനറി. ഏതാണ് പോയത്? ക്യാഷ് അല്ലെ. രണ്ട് ആസ്പെക്ട്സുകളുണ്ട്, ഒരു റിസീവിംഗ് ആസ്പെക്ട്സും ഉണ്ട്, ഒരു ഗിവിംഗ് ആസ്പെക്ട്സും ഉണ്ട്. അക്കൗണ്ടിംഗ് ട്രാൻസാക്ഷനുകൾ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് രണ്ട് ആസ്പെക്ട്സുകൾ ഉണ്ട് എന്ന് പറയുന്ന കോൺസെപ്റ്റ് ആണ് ഏതെന്ന് പറയുന്നത്? ഡ്യുവൽ ആസ്പെക്ട്സ് കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഡ്യുവൽ ആസ്പെക്ട്സ് കോൺസെപ്റ്റിൽ ഒരു ഡെബിറ്റ് ആസ്പെക്ട്സും ഉണ്ട്, ഒരു ക്രെഡിറ്റ് ആസ്പെക്ട്സും ഉണ്ട്. മക്കളെ ഇനി തെറ്റിക്കരുത്. എന്താണ്? രണ്ട് ആസ്പെക്ട്സുകളാണുള്ളത്. പർച്ചേസ്ഡ് ഫർണിച്ചർ, ഫർണിച്ചർ പർച്ചേസ് ചെയ്തു. എന്ത് വന്നു നമ്മളുടെ അടുത്തേക്ക്? ഏതാണ് ഗിവിംഗ് ആസ്പെക്ട്സ്, ഏതാണ് റിസീവിംഗ് ആസ്പെക്ട്സ്? എന്ത് റിസീവ് ചെയ്തു? നമ്മൾ എന്ത് റിസീവ് ചെയ്തു? ഫർണിച്ചർ റിസീവ് ചെയ്തു. എന്ത് പോയി നമ്മളുടെ കയ്യിൽ നിന്ന്? ക്യാഷ് പോയി. രണ്ട് ആസ്പെക്ട്സുകൾ ഉണ്ട് അല്ലെ. എവരി ട്രാൻസാക്ഷൻ ഹാസ് ടു ആസ്പെക്ട്സ്, റിസീവിംഗ് ആസ്പെക്ട്സ് അഥവാ ഡെബിറ്റ്, ഗിവിംഗ് ആസ്പെക്ട്സ് അഥവാ ക്രെഡിറ്റ്. മക്കളെ ഇനി മറന്നു പോകരുത്, കൃത്യമായിട്ട് അതെന്ത് ചെയ്യുക, ഓർത്ത് വെക്കുക കേട്ടോ. ഇനി നമ്മൾ അടുത്തത് പഠിക്കാൻ പോകുന്നതാണ് ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് കോൺസെപ്റ്റ്. എന്താണ് ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് കോൺസെപ്റ്റ്? നമ്മളെ ഒരുപാട് ക്വസ്റ്റ്യനുകൾ വന്നുള്ള ഏരിയ ആണ് ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. നമ്മൾ ഒരു അസറ്റ് വാങ്ങുമ്പോൾ, ഉദാഹരണം പറഞ്ഞു, നമ്മളിപ്പോ ഫർണിച്ചർ വാങ്ങി, ഓക്കെ ആണല്ലോ. ഡെന്നീസ് എന്ന് പറയുന്ന ഒരാള് എന്ത് ചെയ്യാൻ തീരുമാനിച്ചു? എന്താണ് നമ്മളുടെ ലോണ്ടറിയില് അലക്കുകാരനാണ് അദ്ദേഹം. ഡെന്നീസ് എന്ന് പറയുന്ന ആളെന്താണ്? ഒരു അലക്കുകാരനാണ്. അയാൾക്ക് എന്ത് ചെയ്യണം? ഈ തുണി അലക്കുന്ന മെഷീൻ, അതായത് നമ്മുടെ വാഷിംഗ് മെഷീൻ പോലത്തെ എന്താണ് തുണി അലക്കി ഉണങ്ങിയൊക്കെ വരുന്ന മെഷീനുകൾ അദ്ദേഹത്തിന് ഒരു 5 എണ്ണം വാങ്ങണം എന്ന് വിചാരിക്കുക. അദ്ദേഹം എന്താണ് 5 എണ്ണം വാങ്ങാനായിട്ട് തീരുമാനിച്ചു. അദ്ദേഹം വാങ്ങാനായിട്ട് പോയി. അദ്ദേഹം വാങ്ങാനായിട്ട് കടയിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് അത് അദ്ദേഹം അത് വാങ്ങിക്കുന്നത് ഈ 5 എണ്ണത്തിനും കൂടി അദ്ദേഹത്തിന് എത്ര രൂപയെ ആയുള്ളൂ? ഒരു 5 ലക്ഷം രൂപയെ ആയുള്ളൂ എന്ന് വിചാരിക്കാം. 5 ലക്ഷം രൂപയെ അദ്ദേഹത്തിന് ആയുള്ളൂ. അദ്ദേഹം അത് വാങ്ങിച്ചു, വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചു. എന്നിട്ട് അദ്ദേഹം അത് റെക്കോർഡ് ചെയ്യാനായിട്ട് പോവാണ്. റെക്കോർഡ് ചെയ്യാനായിട്ട് പോകുന്ന സമയത്ത് അദ്ദേഹം ചുമ്മാ ഒന്ന് മാർക്കറ്റ് വാല്യൂ നോക്കിയപ്പോഴത്തേക്കിന് ആ അസറ്റുകളുടെ, ആ വാങ്ങിച്ചു വെച്ചേക്കുന്ന മെഷീനുകളുടെ, ഡെന്നീസ് വാങ്ങിച്ചു വെച്ചേക്കുന്ന അലക്കു മെഷീനുകളുടെ അന്നേരത്തെ മാർക്കറ്റ് വാല്യൂ എന്ന് പറയുന്നത് 10 ലക്ഷം രൂപയാണ്. 5 ലക്ഷം രൂപയ്ക്കാണ് ഡെന്നീസ് വാങ്ങിച്ചത്, പക്ഷെ അതിന്റെ മാർക്കറ്റ് വാല്യൂ എന്ന് പറയുന്നത് 10 ലക്ഷം രൂപയാണ്. ഡെന്നീസ് 10 ലക്ഷം രൂപ എഴുതിയ ശരിയാവോ? ഇല്ല, ഡെന്നീസ് എഴുതരുത്. 10 ലക്ഷം രൂപ ഡെന്നീസ് എഴുതരുത്. എത്രയാണോ ഡെന്നീസ് വാങ്ങിച്ച പർച്ചേസ് പ്രൈസ് അത് എഴുതണം എന്ന് പറയുന്ന കോൺസെപ്റ്റ് ആണ് എന്ന് പറയുന്നത് ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് കോൺസെപ്റ്റ്. അക്യൂർ ചെയ്യാനായിട്ട് എത്രത്തോളം കോസ്റ്റ് ആയി, ഒരു അസറ്റ് അക്യൂർ ചെയ്യാനായിട്ട് എത്രത്തോളം കോസ്റ്റ് ആയി, അതായിരിക്കണം അദ്ദേഹം എന്ത് ചെയ്യേണ്ടത്? റെക്കോർഡ് ചെയ്യേണ്ടത്. ഇവിടെ പറഞ്ഞിട്ടുണ്ട്, നോക്കിയേ. ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് കോൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ പ്രിൻസിപ്പിൾസ് റിക്വയേഴ്സ് ദാറ്റ് ദ ട്രാൻസാക്ഷൻ ബി റെക്കോർഡഡ് അറ്റ് ദ അക്വസിഷൻ കോസ്റ്റ്. എത്രയാണോ അക്യൂർ ചെയ്യാനായിട്ട് കോസ്റ്റ് ആയത് ആ കോസ്റ്റ് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? റെക്കോർഡ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. വിച്ച് ഇൻക്ലൂഡ് ദ കോസ്റ്റ് ഓഫ് പർച്ചേസ്. പിന്നെ ഈ എന്താണ് ഈ ഒരു അക്വസിഷൻ കോസ്റ്റിന്റെ അകത്ത് എന്തെല്ലാം ഇൻക്ലൂഡ് ആകും? ഇൻക്ലൂഡ് ചെയ്യുന്ന എന്തൊക്കെയാണെന്ന് ഓർത്തോണം. കോസ്റ്റ് ഓഫ് പർച്ചേസസ് പ്ലസ് എക്സ്പെൻസസ് ഇൻക്വയർഡ് ടു ബ്രിങ് ദ അസറ്റ്സ് ഓൺ ദ ബിസിനസ് ലൊക്കേഷൻ ആൻഡ് മേക്കിംഗ് ഇറ്റ്സ് റെഡി ടു യൂസ്. അപ്പൊ ഓർത്തു വെക്കുക എന്തെല്ലാം കാര്യങ്ങൾ ഞാൻ ഒന്നുകൂടി പറയാം. ഡെന്നീസ് എന്ന് പറയുന്ന ആള് എന്ത് ചെയ്തു?
അസറ്റ് വാങ്ങാനായിട്ട് പോയി, അലക്ക് മെഷീൻ വാങ്ങാനായിട്ട് ഡെന്നീസ് പോവാണ്. ഡെന്നീസ് അലക്ക് മെഷീൻ വാങ്ങാനായിട്ട് പോയി. ഡെന്നീസ് എന്ത് ചെയ്തു? അലക്ക് മെഷീൻ വാങ്ങി. അലക്ക് മെഷീൻ വാങ്ങി 5 എണ്ണം കൂടി അവൻ എത്ര രൂപ ആയെന്നാ പറഞ്ഞേക്കുന്നത്? അവൻ ഏകദേശം എത്ര രൂപയായി? അവന് 5 ലക്ഷം രൂപയായി അലക്ക് മെഷീൻ 5 എണ്ണം വാങ്ങാനായിട്ട്. ഈ 5 ലക്ഷം രൂപ അലക്ക് മെഷീൻ വാങ്ങാനായിട്ടായി അവൻ അത് അവിടുന്ന് അവന്റെ ബിസിനസ് സ്ഥലത്തേക്ക് കൊണ്ടുവരാനായിട്ട് ഒരു വണ്ടി വിളിച്ചു. ആ വണ്ടിക്ക് എത്ര രൂപയായി? ഒരു 10,000 രൂപ വണ്ടിക്കായി. അത് ആ മെഷീനുകൾ കൊണ്ടുവന്ന് അവന്റെ ബിസിനസിന്റെ അകത്ത് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് ഒരു 40,000 രൂപയായി. ഇൻസ്റ്റലേഷൻ ചാർജ് ആയിട്ട് ഒരു 40,000 രൂപയായി. മൊത്തം അവൻ ആ ഒരു മെഷീൻ യൂസ്ഫുൾ ആകാനായിട്ട് എത്ര രൂപ ആയിട്ടുണ്ട്? 5,50,000 രൂപയായി. ഓക്കെ ആണല്ലോ. ഈ 5,50,000 രൂപ അവൻ എന്ത് ചെയ്യാം? റെക്കോർഡ് ചെയ്യാം. ഈ 5,50,000 രൂപ അവൻ എന്ത് ചെയ്യാം? ബുക്സ് ഓഫ് അക്കൗണ്ടിന്റെ അകത്ത് റെക്കോർഡ് ചെയ്യാം. മക്കളെ കൃത്യമായിട്ട് മനസ്സിലാക്കി വെച്ചോണം. ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് കോൺസെപ്റ്റ് അനുസരിച്ച് അക്വസിഷൻ കോസ്റ്റ് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? റെക്കോർഡ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അക്വസിഷൻ കോസ്റ്റിന്റെ അകത്ത് എന്തൊക്കെ ഇൻക്ലൂഡഡ് ആകും? ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റും ലോഡിംഗ് ചാർജസും ഇൻസ്റ്റലേഷൻ ചാർജും ഇൻക്ലൂഡഡ് ആകും. മാർക്കറ്റ് വാല്യൂവിലല്ല നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്. അതായത് ഡെന്നീസ് ഇതെല്ലാം കൂടി ഇൻസ്റ്റലേഷൻ എല്ലാം ഉൾപ്പെടെ ഇൻസ്റ്റലേഷൻ ചെയ്യാനും ട്രാൻസ്പോർട്ടേഷൻ ചാർജ് ചെയ്യാനും എന്താണ് ലോഡിംഗ് ചാർജസും എല്ലാം കൂടി ആ ഒരു എക്യുപ്മെന്റ് യൂസ്ഫുൾ ആകാനായിട്ട് ഡെന്നീസിന് 5,50,000 രൂപയെ ചെലവായിട്ടുള്ളൂ. ഡെന്നീസ് മാർക്കറ്റ് വാല്യൂ നോക്കുമ്പോൾ ആ മെഷീൻ എല്ലാം കൂടി 10 ലക്ഷം രൂപ ആയി എന്ന് പറഞ്ഞുകൊണ്ട് അവന് 10 ലക്ഷം രൂപ എഴുതാൻ പറ്റുമോ? ഇല്ല. അവൻ എത്രയേ എഴുതാൻ പറ്റത്തുള്ളൂ? 5,50,000 രൂപയെ എഴുതാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഒന്നുകൂടി ഓർത്ത് വെച്ചോണം. ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് കോൺസെപ്റ്റ് അനുസരിച്ച് എന്ത് മാത്രമേ നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ? അക്വസിഷൻ കോസ്റ്റ്, അക്വസിഷൻ പർച്ചേസ് ചെയ്ത് എത്രയാണോ വില അതേ റെക്കോർഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതിനകത്ത് എന്തൊക്കെ ഇൻക്ലൂഡഡ് ആകും? ട്രാൻസ്പോർട്ടേഷൻ ചാർജ്, ലോഡിംഗ് ചാർജസ്, ഇൻസ്റ്റലേഷൻ ചാർജസ്. അതായത് അവൻ ആ ഒരു അസറ്റ് ബ്രിങ് ചെയ്ത് അവന്റെ ലൊക്കേഷനിൽ എത്തി അത് റെഡി ടു യൂസ് ആക്കാനായിട്ട്, അത് അവൻ ആ ബിസിനസ്സിന് ഫംഗ്ഷൻ ആക്കാനായിട്ടുള്ള സാഹചര്യം വരെ അവൻ എത്രത്തോളം കോസ്റ്റ് ആയോ അതെല്ലാം ഇൻക്ലൂഡ് ആകും. മക്കളെ കൃത്യമായി മനസ്സിലായല്ലോ? കൃത്യമായിട്ട് മനസ്സിലാക്കണം കേട്ടോ. കൃത്യമായിട്ട് മനസ്സിലാക്കി പഠിക്കും. അടുത്തതാണ് അക്കൗണ്ടിങ് പീരീഡ് കോൺസെപ്റ്റ്. അക്കൗണ്ടിങ് പീരീഡ് കോൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മക്കളെ സിമ്പിൾ ആണ്. അതായത് നമ്മൾ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷനുകൾ റെക്കോർഡ് ചെയ്യണം എന്നൊക്കെ എപ്പോഴും പറയുന്നുണ്ട്. പണപരമായിട്ടുള്ള ട്രാൻസാക്ഷനുകൾ റെക്കോർഡ് ചെയ്യണം എന്നൊക്കെ പറയാറുണ്ട്. അപ്പൊ ഈ ഒരു ബിസിനസ് എന്ന് പറയുന്നത് അതിനൊരു ലോങ് ലൈഫ് ഉണ്ടെന്ന് പറയും. അപ്പൊ എന്നും റെക്കോർഡ് ചെയ്ത് വെക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ ഈ അക്കൗണ്ടിങ് ട്രാൻസാക്ഷനുകൾ റെക്കോർഡ് ചെയ്യാനായിട്ട് ഒരു പർട്ടിക്കുലർ പീരീഡ് വെക്കാം എന്ന് തീരുമാനിച്ചു. അത്തരത്തിലുള്ള കോൺസെപ്റ്റ് ആണ് എന്ന് പറയുന്നത് അക്കൗണ്ടിങ് പീരീഡ് അക്കൗണ്ടിങ് ട്രാൻസാക്ഷനുകൾ റെക്കോർഡ് ചെയ്യുവാനായിട്ട് അക്കൗണ്ടിങ്ങിന്റെ ലൈഫ് എന്ന് പറയുന്നത് അല്ല ബിസിനസിന്റെ ലൈഫ് എന്ന് പറയുന്നത് ഇൻഡെഫിനിറ്റ് ആയിട്ടുള്ള ഒരു പീരീഡ് ആണ്. ബിസിനസിന് എന്തുണ്ട്? ലോങ് ലൈഫ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. അതുകൊണ്ട് തന്നെ നമുക്ക് എന്താണ് അക്കൗണ്ടിങ് ട്രാൻസാക്ഷനുകൾ റെക്കോർഡ് ചെയ്യണമെങ്കിൽ പല സെഗ്മെന്റുകളായിട്ട് തിരിക്കാമെന്ന് തീരുമാനിച്ചു. ഒരു പർട്ടിക്കുലർ പീരീഡിലേക്ക് അക്കൗണ്ടിങ് ട്രാൻസാക്ഷനുകൾ റെക്കോർഡ് ചെയ്യാം എന്നുള്ള കാര്യം തീരുമാനിച്ചു. അപ്പൊ അങ്ങനെയുള്ള ഒരു സ്പെസിഫൈഡ് പീരീഡ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡിന് വേണം, ഒരു സ്പെസിഫൈഡ് ആയിട്ടുള്ള ഇന്റർവെൽ വേണം എന്ന് പറയുന്ന അക്കൗണ്ടിങ് കോൺസെപ്റ്റ് ആണ് എന്ന് പറയുന്ന അക്കൗണ്ടിങ് പീരീഡ് കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ അതാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. ഓൾ ത്രൂ ദ ബിസിനസ് ഹാസ് ആൻ ഇൻഡെഫിനിറ്റ് ലൈഫ്. ബിസിനസ്സിന് എന്തുണ്ട്? ഇൻഡെഫിനിറ്റ് ആയിട്ടുള്ള ഒരു ലോങ് ലൈഫ് ഉണ്ട്. അക്കൗണ്ട്സ് മസ്റ്റ് ബി പ്രിപ്പയർഡ്, അനലൈസ്ഡ് ആൻഡ് റെഗുലർ ഇന്റർവെൽ. അക്കൗണ്ടിങ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നതും അനലൈസ് ചെയ്യുന്നതും ഒരു റെഗുലർ ഇന്റർവെല്ലാണ്. യൂഷ്വലി 1 ഇയർ. യൂഷ്വലി അതെങ്ങനെയായിരിക്കും? 1 ഇയർ ആയിരിക്കും. ഡിറ്റർമിൻ ദ ഫിനാൻഷ്യൽ പൊസിഷൻ ആൻഡ് പ്രോഫിറ്റ് ഓർ ലോസ്. ഒരു കമ്പനിയുടെ ഫിനാൻഷ്യൽ പൊസിഷനും ഒരു കമ്പനിയുടെ ഫിനാൻഷ്യൽ പ്രോഫിറ്റിലാണോ ലോസിലാണോ പോകുന്ന ഫിനാൻഷ്യൽ പെർഫോമൻസ് മനസ്സിലാക്കാനും ഒക്കെ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? കമ്പനിയുടെ ട്രാൻസാക്ഷനുകൾ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. അത് യൂഷ്വലി ഒരു ഇന്റർവെല്ലാണ്. ആ ഇന്റർവെൽ എന്ന് പറയുന്നത് എന്താണ്? 1 ഇയർ ആണ്. അപ്പം ആ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യുന്ന ഫിനാൻഷ്യൽ ഇയർ എന്ന് പറയുന്നത് ഒന്ന് ഓർത്ത് വെച്ചോണം. 1 ഏപ്രിൽ തൊട്ട് 31 മാർച്ച് വരെയാണ്. 31 മാർച്ച് വരെ ഓർത്ത് വെച്ചോണം. 1 ഏപ്രിൽ ടു 31 മാർച്ച് ആണ് നമ്മളുടെ ഫിനാൻഷ്യൽ ഇയർ എന്ന് പറയുന്നത്. ചില കമ്പനികൾ എന്ത് ചെയ്യാറുണ്ട്? കലണ്ടർ ഇയറും ഫോളോ ചെയ്യാറുണ്ട്. കലണ്ടർ ഇയർ എന്ന് പറഞ്ഞാൽ 1 ജാനുവരി ടു 31 ഡിസംബർ. മോസ്റ്റ് പ്രോബബിലി എല്ലാ കമ്പനികളും ഫോളോ ചെയ്യുന്ന ഫിനാൻഷ്യൽ ഇയർ ആണ് 1 ഏപ്രിൽ ടു 31 മാർച്ച് ആണ് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷനുകൾ റെക്കോർഡ് ചെയ്യുന്നത്. ഒരു വർഷത്തേക്കാണ് അവർ റെക്കോർഡ് ചെയ്യുന്നത്. ആ വർഷം ഉണ്ടായ എല്ലാ ട്രാൻസാക്ഷനുകളും റെക്കോർഡ് ചെയ്ത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യും. എന്നിട്ട് ഫിനാൻഷ്യൽ പൊസിഷനും പ്രോഫിറ്റ് ആൻഡ് ലോസ് എത്രത്തോളം ഫിനാൻഷ്യൽ പെർഫോമൻസ് ഉണ്ടെന്ന് അറിയാൻ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യും. അതുപോലെ ഫിനാൻഷ്യൽ പൊസിഷൻ എത്രത്തോളം ഉണ്ടെന്ന് അറിയാനായിട്ട് ബാലൻസ് ഷീറ്റും ഒക്കെ പ്രിപ്പയർ ചെയ്യും. നമ്മൾ അതൊക്കെ പഠിക്കും.
ഇനി അടുത്തതാണ് മാച്ചിങ് പ്രിൻസിപ്പിൾ. എന്താണ് മാച്ചിങ് പ്രിൻസിപ്പിൾ? മാച്ചിങ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ എക്സ്പെൻസ് ആൻഡ് കോസ്റ്റ് ഓഫ് ദ ബിസിനസ് ഡ്യൂറിംഗ് ദ അക്കൗണ്ടിംഗ് പീരീഡ് ഷുഡ് ബി മാച്ച്ഡ് വിത്ത് ദ റവന്യൂ ഓഫ് ദാറ്റ് പീരീഡ് ടു അസർടൈൻ ദ പ്രോഫിറ്റ് ഓർ ലോസസ്. അതായത് നമുക്കറിയാം വരവറിഞ്ഞ് ചെലവാക്കണം എന്നൊക്കെ നമ്മൾ പറയാറില്ലേ. അതായത് നമുക്കൊരു ബിസിനസ്സിന് ഉണ്ടാകുന്ന എക്സ്പെൻസുകളും ബിസിനസ്സിന് ഉണ്ടാകുന്ന കോസ്റ്റുകളും, എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ ചെലവുകൾ, ബിസിനസ്സിന് ഉണ്ടാകുന്ന കോസ്റ്റുകൾ, കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ബിസിനസ്സിന് ഉണ്ടാകുന്ന എന്താണ് ഒരുപാട് ഒരു കാര്യത്തിന് വേണ്ടി ഇറങ്ങുമ്പോഴത്തേക്കും ഒരുപാട് കോസ്റ്റുകൾ ഉണ്ടാകും അല്ലെ. അത്തരത്തിലുള്ള ചെലവുകളെയും അത്തരത്തിലുള്ള നഷ്ടങ്ങളെയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ആ ഒരു അക്കൗണ്ടിങ് ഇയറിലെ റവന്യൂവുമായിട്ട്, ആ ഒരു അക്കൗണ്ടിങ് ഇയറിലെ വരുമാനവുമായിട്ട് നമ്മൾ എന്ത് ചെയ്തിരിക്കണം, മാച്ച് ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യത്തുള്ളൂ, പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്ന് അറിയാൻ പറ്റത്തുള്ളൂ. ചെലവ് കൂടുതലും എന്താണ് റവന്യൂ കുറവും, അതായത് കോസ്റ്റ് കൂടുതലും റവന്യൂ കുറവാണെങ്കിൽ അവിടെ പ്രോഫിറ്റ് ആയിരിക്കുമോ? കോസ്റ്റ് കൂടി നിൽക്കുക, റവന്യൂ കുറവാണ്, നമുക്ക് കിട്ടുന്ന റവന്യൂ എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഏർണിങ്സ് കുറവും ചെലവ് കൂടുതലും ആണെങ്കിൽ അവിടെ പ്രോഫിറ്റ് ആണ് മക്കളെ? അല്ല, അവിടെ എന്തായിരിക്കും, ലോസ് ആയിരിക്കും. ഇനി എന്താണ്, നമ്മുടെ ചെലവ് കുറവും എന്താണ് നമുക്ക് റവന്യൂ കൂടുതലുമാണെന്ന് വിചാരിക്കുക, എക്സ്പെൻസും കോസ്റ്റും ഒക്കെ കുറവും നമുക്ക് എന്താണ് ഏർണിങ്സ്, നമുക്ക് കിട്ടുന്ന റവന്യൂ കൂടുതലുമാണെങ്കിൽ അവിടെ പ്രോഫിറ്റ് ആയിരിക്കും. ഇതൊന്നും മാച്ച് ചെയ്ത് പോകണം എന്ന് പറയുന്ന കോൺസെപ്റ്റ് ആണ് എന്ന് പറയുന്നത് മാച്ചിങ് കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ദ എക്സ്പെൻസസ് ആൻഡ് കോസ്റ്റസ്, കോസ്റ്റ് ഓർത്ത് വെച്ചോണം, ദ എക്സ്പെൻസ് ആൻഡ് കോസ്റ്റ് ഓഫ് ദി ബിസിനസ് ഡ്യൂറിംഗ് ദ accounting period should be matched with the revenue of that period to ascertain the profit or losses. The adjustment like outstanding expense, prepaid expense, accrued income, അതുപോലെ തന്നെ എന്താണ് unearned income arises due to this principles. ഈ പ്രിൻസിപ്പിൾസ് അനുസരിച്ചാണ് നമ്മൾ എന്തൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്പെൻസസ് കൊടുക്കാനുണ്ട് പക്ഷെ എന്ത് ചെയ്തില്ല, കൊടുത്തിട്ടില്ല. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ. അതുപോലെ പ്രീപെയ്ഡ് എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ എക്സ്പെൻസ് ആകുന്നതിന് മുന്നേ, എക്സ്പെൻസ് കൊടുക്കേണ്ടതാണ്, ആ എക്സ്പെൻസിന് ആകുന്നതിന് ആ ഒരു ടൈമിന് മുന്നേ തന്നെ ആ എക്സ്പെൻസ് എന്ത് ചെയ്തു, കൊടുക്കുക. അതിനെയാണെന്ന് പറയുന്നത് പ്രീപെയ്ഡ്, അഡ്വാൻസ് ആയിട്ട് കൊടുക്കും, അങ്ങനെയുള്ളത്. അതുപോലെ അക്രൂഡ് ഇൻകം എന്ന് പറഞ്ഞാൽ എന്താണ്, ഇൻകം ജനറേറ്റഡ് ആയി പക്ഷെ എന്ത് ചെയ്തില്ല, കിട്ടിയില്ല. അത് ഇൻകം ഏൺഡ് ബട്ട് നോട്ട് റിസീവ്ഡ് ആണ് അക്രൂഡ് ഇൻകം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എന്താണ് അൺഏൺഡ് ഇൻകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻകം ഏൺ ചെയ്തിട്ടില്ല, അങ്ങനെയുള്ളത്. ഇതൊക്കെ എന്താണ്, ഈ ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം റെക്കോർഡ് ചെയ്യുന്നത് അല്ലെ അഡ്ജസ്റ്റ് ചെയ്യുന്നത് ഏത് പ്രിൻസിപ്പിളിനെ ബേസ് ചെയ്താണ്, ഈ ഒരു മാച്ചിങ് പ്രിൻസിപ്പിളിനെ ബേസ് ചെയ്താണ്. അപ്പോൾ ചോദിക്കുകയാണ് ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ് ആർ എന്താണ് adjusted based on which principle, ഏത് പ്രിൻസിപ്പിൾ അനുസരിച്ചാണ്, മാച്ചിങ് പ്രിൻസിപ്പിൾ അനുസരിച്ച്. മക്കളെ മനസ്സിലാക്കി വെച്ചാണ് കേട്ടോ. ഇനി അടുത്തതാണ് റവന്യൂ റെക്കഗ്നിഷൻ കോൺസെപ്റ്റ്. എന്താണ് റവന്യൂ റെക്കഗ്നിഷൻ കോൺസെപ്റ്റ്? റവന്യൂ റെക്കഗ്നിഷൻ കോൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റവന്യൂ ഈസ് റെക്കഗ്നൈസ്ഡ് when the goods or services are sold and the ownership is transferred from the seller to the buyer. Exceptions includes the hire purchase system and contracts account. ഇപ്പൊ ഇവിടെ ഓർത്ത് വെച്ചേ, റവന്യൂ റെക്കഗ്നിഷൻ കോൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റവന്യൂ is recognized when the goods or services are sold and the ownership is transferred from the seller to the buyer. ഇപ്പൊ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും രാജിനിയും ഡെന്നീസിനെയും കൊണ്ടുവരാം. രാജിനി എന്ത് നടത്തുന്നുണ്ടായിരുന്നു, ഒരു പച്ചക്കറി കട നടത്തുന്നുണ്ടായിരുന്നു. ഡെന്നീസ് എന്ത് ചെയ്യാൻ തീരുമാനിച്ചു, രാജിനിയുടെ കടയിൽ പോയി സാധനം വാങ്ങാനായിട്ട് തീരുമാനിച്ചു. രാജിനിയുടെ കടയിൽ പോയിട്ട് ഡെന്നീസ് എന്താണ് 10 കിലോ പടവലങ്ങ മേടിക്കുകയാണ്. 10 കിലോ പടവലങ്ങ ഇവിടുന്ന് മേടിക്കുകയാണ്, രാജിനിയുടെ കടയിൽ നിന്ന് മേടിക്കുകയാണ്. ഡെന്നീസ് പണം കൊടുക്കുന്നിടം വരെ, ഡെന്നീസ് പൈസ കൊടുക്കുന്നിടം വരെ ആ ഒരു പ്രോപ്പർട്ടിയുടെ ഓണർ എന്ന് പറയുന്ന ആരാണ്, രാജിനിയാണ്. ഡെന്നീസ് പണം കൊടുത്ത് ആ ഗുഡ്സ് അല്ലെങ്കിൽ സർവീസസ് പിന്നീട് ആരുടേതായി മാറി, ഡെന്നീസിന്റെ ആയിട്ട് മാറി. അതായത് അറ്റ് ദ ടൈം ആ ഒരു റവന്യൂ റെക്കഗ്നൈസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എന്ത് ട്രാൻസ്ഫർ ചെയ്തിരിക്കണം, ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്തിരിക്കണം. അതാണ് പറഞ്ഞിരിക്കുന്നത് റവന്യൂ ഇസ് റെക്കഗ്നൈസ്ഡ് വെൻ ദ ഗുഡ്സ് ആർ സർവീസസ് ആർ സോൾഡ്. ഒരു ഗുഡ്സോ സർവീസസോ സെയിൽ ചെയ്യുന്ന സമയത്ത്, ഒരു ഗുഡ്സോ സർവീസോ സെയിൽ ചെയ്യുന്ന സമയത്ത് റവന്യൂ റെക്കഗ്നൈസ് ചെയ്ത് കഴിഞ്ഞാൽ ആൻഡ് ദ ഓണർഷിപ്പ് ഈസ് ട്രാൻസ്ഫേർഡ് ഫ്രം ദ സെല്ലർ ടു ദ ബയർ. ഓണർഷിപ്പ് ആരിൽ നിന്ന് ആരിലേക്ക് പോകണം, സെല്ലറിൽ നിന്ന് ബയറിലേക്ക് പോകണം. മക്കളെ മനസ്സിലാക്കി വെച്ചോണം. ആ ഒരു റവന്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പൈസ അല്ലെങ്കിൽ ആ ഒരു ഏർണിങ്സ് അവിടെ ജനറേറ്റഡ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ, ആ ഒരു റവന്യൂ റെക്കഗ്നൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഓണർഷിപ്പ്, ആ ഒരു സെല്ലിങ്ങിലെ ഓണർഷിപ്പ് എന്ന് പറയുന്നത് ആരിൽ നിന്ന്, സെല്ലറിൽ നിന്ന് ബയറിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിരിക്കണം. രാജിനിയിൽ നിന്ന് അത് ആരിലേക്ക് പോയിരിക്കണം, ഡെന്നീസിലേക്ക് പോയിരിക്കണം. ഓർത്തു വെച്ചോണം കേട്ടോ മക്കളെ. ഇനി അടുത്തതാണ് എന്തെന്ന് പറയുന്നത് വേരിഫൈബിൾ ഒബ്ജക്ട്സ് ഓർ ഒബ്ജക്ട് എവിഡൻസ് കോൺസെപ്റ്റ്. എന്താണ് വേരിഫൈബിൾ ഒബ്ജക്ട് ഓർ ഒബ്ജക്ട് എവിഡൻസ് കോൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻട്രീസ് ഇൻ അക്കൗണ്ടിംഗ് റെക്കോർഡ്സ് മസ്റ്റ് ബി വേരിഫൈബിൾ വിത്ത് ദ എന്താണ് സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സ് ലൈക്ക് റെസിപ്റ്റ്സ്, വൗച്ചേഴ്സ്, ബിൽസ് ആൻഡ്
ബാങ്ക് സ്റ്റേറ്റ്മെന്റ്സ്. മക്കളെ നമ്മൾ പറഞ്ഞു ട്രാൻസാക്ഷനുകൾ നടന്നു കഴിഞ്ഞാൽ അവ എന്ത് ചെയ്യണം, പ്രോപ്പർ ആയിട്ട് റെക്കോർഡ് ചെയ്യണം. റെക്കോർഡ് ചെയ്യുമ്പോൾ അത് പ്രോപ്പർ ആയിട്ടാണോ എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം, വെരിഫൈ ചെയ്യണം. അതായത് നമ്മൾ ബസ്സിൽ പോയി കഴിഞ്ഞാൽ അവിടെ ബസ്സിൽ പോയി നമ്മൾ പൈസ കൊടുത്തു എന്നതിന്റെ ഒരു എവിഡൻസ് ഉണ്ട്. എന്താ എവിഡൻസ്? നമുക്ക് എന്ത് കിട്ടും, ടിക്കറ്റ് കിട്ടും അല്ലെ മക്കളെ, ടിക്കറ്റ് കിട്ടിയല്ലേ. അതുപോലെ തന്നെ നമ്മളൊരു സാധനം വാങ്ങിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു എവിഡൻസ് ഉണ്ട്. നമുക്ക് എന്ത് കിട്ടും, ബില്ല് കിട്ടും അല്ലെ, അല്ലെങ്കിൽ റെസിപ്റ്റ് കിട്ടും, അല്ലെങ്കിൽ ഒരു വൗച്ചർ കിട്ടും. അപ്പൊ ഇങ്ങനെയുള്ള സോഴ്സ് ഡോക്യുമെന്റുകളുണ്ട്. ഇത്തരത്തിലുള്ള സോഴ്സ് ഡോക്യുമെന്റ് വെച്ചുകൊണ്ട് വേണം ട്രാൻസാക്ഷനുകൾ റെക്കോർഡ് ചെയ്യാനെന്ന് പറയുന്ന കോൺസെപ്റ്റ് ആണ്, അല്ലെ പ്രിൻസിപ്പിൾ ആണ് ഏതെന്ന് പറയുന്നത്, വേരിഫൈബിൾ ഒബ്ജക്ട്സ് ഓർ ഒബ്ജക്ട് എവിഡന്റ് കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. വേരിഫൈബിൾ ഒബ്ജക്ട് ഓർ ഒബ്ജക്ട് എവിഡന്റ് കോൺസെപ്റ്റ്. The entries in accounting records must be verifiable with supporting documents like receipts, vouchers, bills and bank statement. കൃത്യമായി മനസ്സിലാക്കുക കേട്ടോ. ഏതെങ്കിലുമൊക്കെ സോഴ്സ് ഡോക്യുമെന്റ്, അതായത് ഏതൊക്കെയാണ്, റെസിപ്റ്റ്സുകൾ, വൗച്ചേഴ്സുകൾ, അതുപോലെ ബാങ്ക് സ്റ്റേറ്റ്മെന്റുകൾ എന്നിവയുടെയൊക്കെ എന്താണ് ഒരു സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സ് വെച്ചുകൊണ്ട് വേണം, അതിന്റെ വെരിഫിക്കേഷൻ വെച്ചുകൊണ്ട് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്, ട്രാൻസാക്ഷനുകൾ റെക്കോർഡ് ചെയ്യാനായിട്ട്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് അക്കൗണ്ടിങ് കൺവെൻഷൻസ്. അക്കൗണ്ടിങ് കൺവെൻഷൻസ് എന്താണ് നമ്മൾ പറഞ്ഞിരുന്നു. അതിൽ വരുന്ന അക്കൗണ്ടിങ് കൺവെൻഷനുകളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതിലെ ഫസ്റ്റ് വൺ ആണ് കൺസിസ്റ്റൻസി. എന്താണ് കൺസിസ്റ്റൻസി? ആ വേർഡിൽ നിന്ന് തന്നെയുണ്ട്. കൺസിസ്റ്റന്റ് ആയിരിക്കുക, സ്ഥിരത ഉണ്ടായിരിക്കുക. എന്താണ് ഈ അക്കൗണ്ടിങ്ങിൽ സ്ഥിരത ഉണ്ടായിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മക്കളെ നമ്മൾ അക്കൗണ്ടിങ്ങിൽ ഫോളോ ചെയ്യുന്ന റൂൾസുകളും പ്രൊസീജിയേഴ്സുകളും അല്ലെങ്കിൽ മെത്തേഡുകളും ഒന്നും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, ഫ്രീക്വന്റ് ആയിട്ട് ചേഞ്ച് ചെയ്യാൻ പാടില്ല. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഡിപ്രീസിയേഷൻ അഥവാ തേയ്മാനം കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ഒരുപാട് മെത്തേഡുകളുണ്ട്. ഒരു കമ്പനി ഫോളോ ചെയ്യുന്നത് എന്താണ്, സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ് ആണെന്ന് വിചാരിക്കുക. ആ കമ്പനി എന്താണ്, അടിയന്തരാവസ്ഥ ഒന്നും ഉണ്ടാകുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ പ്രത്യേകിച്ച് അനിശ്ചിതത്വം ഒന്നും ഉണ്ടാകുന്നില്ലെങ്കിൽ ഈ ഒരു മെത്തേഡ് തന്നെ എല്ലാ വർഷവും ഫോളോ ചെയ്ത് പോകണം. അല്ലാതെ ഫ്രീക്വന്റ് ആയിട്ട് ഇത് എന്ത് ചെയ്യാൻ പാടില്ല, ചേഞ്ച് ചെയ്യാനായിട്ട് പാടില്ല. ഒരു കൺസിസ്റ്റൻസി ഉണ്ടായിരിക്കണം. ഫോളോ ചെയ്യുന്ന അക്കൗണ്ടിങ് മെത്തേഡുകൾക്കകത്ത് ഒരു കൺസിസ്റ്റൻസി ഉണ്ടായിരിക്കണം എന്ന് പറയുന്ന അക്കൗണ്ടിങ് കൺവെൻഷൻ ആണ് ഏതെന്ന് പറയുന്നത്, കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. അക്കൗണ്ടിങ് പ്രാക്ടീസസ് ഷുഡ് റിമൈൻ കോൺസ്റ്റന്റ് ഫ്രം one year to another to enable comparison. അല്ലെ, നമുക്ക് കമ്പാരിസൺസ് കൂടുതൽ പോസിബിൾ ആകണമെങ്കിൽ, കമ്പയർ ചെയ്യാനായിട്ട് കൂടുതലായിട്ട് പറ്റണമെങ്കിൽ നമ്മൾ ഒരു വർഷം ഫോളോ ചെയ്യുന്ന അതേ രീതിയിലുള്ള പ്രാക്ടീസസ്, അതേ രീതിയിലുള്ള മെത്തേഡുകൾ, അതേ രീതിയിലുള്ള ഫംഗ്ഷനുകളൊക്കെ തന്നെ ആയിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, പെർഫോം ചെയ്യേണ്ടത്. നമ്മൾ ഫ്രീക്വന്റ് ആയിട്ട് നമ്മളുടെ പ്രാക്ടീസസ് അല്ലെങ്കിൽ മെത്തേഡ്സുകൾ മാറ്റാനായിട്ട് പാടില്ല എന്നാണ് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഇഫ് ദ ക്ലോസിംഗ് സ്റ്റോക്ക് ഈസ് വാല്യൂഡ് അറ്റ് കോസ്റ്റ് ഓർ മാർക്കറ്റ് പ്രൈസ് whichever is lower. നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന ക്ലോസിംഗ് സ്റ്റോക്കിന്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്ന കോസ്റ്റ് പ്രൈസ് ഓർ മാർക്കറ്റ് പ്രൈസ് whichever is less. അതുപോലെ തന്നെ ഡിപ്രീസിയേഷൻ ഈസ് ചാർജ്ഡ് ഓൺ ദി ഫിക്സഡ് ഇൻസ്റ്റാൾമെന്റ് ബേസിലാണ് ഫിക്സഡ് അസറ്റ് ചാർജ് ചെയ്യുന്നത്. ഇത് ദ സെയിം മെത്തേഡ് ഷുഡ് ബി ഫോളോഡ് ആനുവലി. നമ്മൾ സെയിം മെത്തേഡ് തന്നെ ആയിരിക്കണം ആനുവലി എന്ത് ചെയ്യേണ്ടത്, ഫോളോ ചെയ്യേണ്ടത്. അല്ലാതെ അത് ഫ്രീക്വന്റ് ആയിട്ട് ചേഞ്ച് ചെയ്യാൻ പാടില്ല. ഇനി അടുത്തതാണ് ഫുൾ ഡിസ്ക്ലോഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളൊരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഒരു വർഷത്തെ അവസാനം നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ എല്ലാ ഡീറ്റെയിൽസും ആ വർഷം നടന്നിട്ടുള്ള ഫിനാൻഷ്യൽ ആയിട്ട് നടന്നിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും ഇൻക്ലൂഡ് ചെയ്ത് ട്രൂ ആയിട്ടും ഫെയർ ആയിട്ടുമുള്ള ഒരു ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ വേണം എന്ത് ചെയ്യാനായിട്ട്, റിപ്പോർട്ട് റെക്കോർഡ് ചെയ്യാനായിട്ട്. എന്നിട്ട് അത് എന്ത് ചെയ്യണം, അതിന് അവകാശപ്പെട്ട ആളുകളുണ്ട്, അല്ലെ അതിന് ആവശ്യമുള്ള ആളുകളുണ്ട്. ക്രെഡിറ്റേഴ്സ് ഉണ്ട്, ഗവൺമെന്റ് ഉണ്ട്, അതുപോലെ തന്നെ എക്സ്റ്റേണലും ഇന്റേണലും ആയിട്ടുള്ള ഒരുപാട് സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഉണ്ട്. അതിന് ആവശ്യമുള്ള ആളുകൾ, അപ്പൊ ഇതിനെപ്പറ്റി അറിയേണ്ട ആളുകൾ. അപ്പൊ അവർക്ക് എല്ലാവർക്കും എന്ത് ചെയ്യണം, ഇത് എന്ത് ചെയ്യുക, അറിയിച്ചു കൊടുക്കുക അല്ലെങ്കിൽ അവരിലേക്ക് എത്തിക്കുക എന്നുള്ളതും എന്ത് ചെയ്യുന്നതാണ്, പ്രാധാന്യമുള്ള ഒരു കാര്യമാണ് എന്നുള്ള കാര്യം കൂടി ഓർത്ത് വെച്ചോണം, കൃത്യമായിട്ട് മനസ്സിലാക്കി വെച്ചോണം കേട്ടോ. ഇനി അടുത്തതാണ് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കണം കേട്ടോ. അടുത്തതാണ് ഫുൾ ഡിസ്ക്ലോഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, financial statement should be disclosed all the material facts for the benefits of the users. അപ്പൊ യൂസേഴ്സ് ഉണ്ട്, ഒരുപാട് യൂസേഴ്സ് ഉണ്ട്, ഇതിന്റെ കാര്യങ്ങൾ അറിയാനായിട്ടുള്ള ഒരുപാട് യൂസേഴ്സ് ഉണ്ട്. അവർക്ക് എന്ത് ചെയ്തിരിക്കണം,
ഫുൾ ആയിട്ട് ഈ ഇൻഫർമേഷൻസ് ഫുൾ ആയിട്ട് അവരിലേക്ക് എന്ത് ചെയ്യണം, എത്തിച്ചിരിക്കണം. അതാണ് പറഞ്ഞിരിക്കുന്നത് ഫുൾ ഡിസ്ക്ലോഷർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഷുഡ് ബി ഡിസ്ക്ലോസ് ഓൾ ദ മെറ്റീരിയൽ ഫാക്ട്സ് ഫോർ ദ ബെനിഫിറ്റ്സ് ഓഫ് യൂസേഴ്സ് എൻഷുറിംഗ് ദ ട്രാൻസ്പെറൻസി. ആ ഒരു ട്രാൻസ്പെറൻസി എൻഷുർ ചെയ്യാനായിട്ട് എല്ലാ ഡീറ്റെയിൽസും അവരിലേക്ക് എന്ത് ചെയ്യണം, എത്തിച്ചിരിക്കണം എന്നുള്ള കാര്യം കൂടി ഓർത്ത് വെക്കുക, കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. എന്താണ് ഇപ്പൊ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്പ്ലോർ ദ സ്റ്റേറ്റ്മെന്റ് സച്ച് ആസ് ദ സ്റ്റോക്ക് വാല്യുവേഷൻ മെത്തേഡ്, ഡിപ്രീസിയേഷൻ കാൽക്കുലേഷൻ, കണ്ടിജന്റ് ലൈബിലിറ്റി, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങളുണ്ട്. കണ്ടിജന്റ് ലൈബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ആക്ച്വൽ ലൈബിലിറ്റി അല്ല, പിന്നീട് എന്തെങ്കിലും രീതിയിലുള്ള ഇവന്റുകൾ ഹാപ്പൻ ചെയ്യുന്ന സമയത്ത് ലൈബിലിറ്റി ആയിട്ട് മാറുന്ന കാര്യങ്ങളാണ്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യണം, പ്രോപ്പർ ആയിട്ട് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിൽ ഉൾപ്പെടുത്തി എല്ലാവരിലേക്കും അതിനാവശ്യമുള്ള എല്ലാവരിലേക്കും അത് എന്ത് ചെയ്യണം, എത്തിക്കാനായിട്ട് ശ്രമിക്കണം എന്നുള്ള കാര്യം കൂടി ഓർത്തു വെക്കുക കേട്ടോ. ഇനി അടുത്തതാണ് എന്താണ് പ്രൂഡൻസ്, അതുപോലെ അല്ലെങ്കിൽ എന്താണ് കൺസർവേറ്റിസം എന്ന് പറയുന്നത്. കൺസർവേറ്റിസം എന്ന് പറയുന്ന ഈ ഒരു കോൺസെപ്റ്റ് അനുസരിച്ച് നമ്മൾ ഫ്യൂച്ചറിൽ ഉണ്ടാകാൻ പോകുന്ന നമ്മളുടെ ലോസുകളെ പറ്റി അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ ഉണ്ടാകാൻ പോകുന്ന എന്താണ് റിസ്കുകളെ പറ്റിയൊക്കെ നമ്മൾ എപ്പോഴും ബോധറായിരിക്കണം, എപ്പോഴും അതിനെപ്പറ്റി കൺസേൺ ആയിട്ടിരിക്കണം. അതായത് നമ്മളുടെ പ്രോഫിറ്റ് ഒക്കെ ജനറേറ്റഡ് ആയതിനു ശേഷം അല്ലെങ്കിൽ ഗെയിൻ ഒക്കെ ജനറേറ്റഡ് ആയതിനു ശേഷം അതിനെപ്പറ്റി ആലോചിച്ചാൽ മതി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ആണ് എന്ന് പറയുന്നത് കൺസർവേറ്റിസം. ദിസ് കോൺസെപ്റ്റ് advice when recording the business transaction ensuring that anticipated profits are ignored. നമ്മൾ ആന്റിസിപ്പേറ്റഡ് പ്രോഫിറ്റിനെ ഒക്കെ എന്ത് ചെയ്യാണ്, ഇഗ്നോർ ചെയ്യാണ്. while പോസിബിൾ ലോസസ് അക്രോസ് അക്കൗണ്ട്, എന്താണ് നമുക്ക് പോസിബിൾ ആകുന്ന ലോസസുകൾ നമ്മൾ പ്രോപ്പർ ആയിട്ട് അക്കൗണ്ട് ചെയ്ത് വെക്കും അല്ലെങ്കിൽ റെക്കഗ്നൈസ് ചെയ്ത് വെക്കും, നമുക്ക് ആ ലോസസ് ഓവർകം ചെയ്യാനായിട്ട്. അങ്ങനെ അത്തരത്തിലുള്ള ഒരു കോൺസെപ്റ്റ് ആണ് എന്ന് പറയുന്നത് കൺസർവേറ്റിസം എന്ന് പറയുന്നത്. കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. ഫോർ എക്സാമ്പിൾ ഇൻക്ലൂഡിംഗ് ദ വാല്യൂ ഓഫ് ക്ലോസിംഗ് സ്റ്റോക്ക് അറ്റ് കോസ്റ്റ് പ്രൈസ് ഓർ മാർക്കറ്റ് പ്രൈസ് വിച്ച് എവർ ഈസ് ലോവർ ആൻഡ് ക്രിയേറ്റിംഗ് എ റിസർവ് ആൻഡ് പ്രൊവിഷൻ. അതായത് എന്താണ് കോസ്റ്റ് പ്രൈസ് ഓർ മാർക്കറ്റ് പ്രൈസ് വിച്ച് എവർ ഈസ് ലെസ് എന്നുള്ള ആ ഒരു കോൺസെപ്റ്റ് ഉണ്ടല്ലോ. കോസ്റ്റ് പ്രൈസ് ആണ് ഒരു അസറ്റിന്റെ ഒരു സ്റ്റോക്കിന്റെ വാല്യൂ ചെയ്യുമ്പോൾ, ക്ലോസിംഗ് സ്റ്റോക്ക് വാല്യൂ ചെയ്യുമ്പോൾ അതിന്റെ കോസ്റ്റ് പ്രൈസ് ആണ് മാർക്കറ്റ് പ്രൈസ് ആണ് ഏതാണോ കുറഞ്ഞിരിക്കുന്നത് അതിനനുസരിച്ച് നമ്മൾ എന്താണ് റിസർവ് ഒക്കെ മാറ്റി വെക്കുന്നത് എന്തുമായി ബേസ് ചെയ്താണ്, ഈ കൺസർവേറ്റിസവുമായിട്ട് ബേസ് ചെയ്താണ്. അതായത് നമ്മൾ ഫ്യൂച്ചറിൽ ഉണ്ടാകാൻ പോകുന്ന ലോസുകൾ അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ ഉണ്ടാകാൻ പോകുന്ന റിസ്കുകളെ ആന്റിസിപ്പേറ്റ് ചെയ്ത് വെക്കും. നമ്മൾ ആ ഒരു ഇഗ്നോർ ചെയ്യുന്ന എന്താണ് ആന്റിസിപ്പേറ്റഡ് ആയിട്ടുള്ള പ്രോഫിറ്റ് നമ്മൾ എന്ത് ചെയ്യും, ഇഗ്നോർ ചെയ്യും എന്ന് പറയുന്നതാണ് എന്ന് പറയുന്ന കൺസർവേറ്റിസം എന്ന് പറയുന്ന കോൺസെപ്റ്റ്. അടുത്തതാണ് മെറ്റീരിയാലിറ്റി കോൺസെപ്റ്റ്. മെറ്റീരിയാലിറ്റി കോൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, സിഗ്നിഫിക്കന്റ് ഫാക്ട്സ് ഷുഡ് ബി ഇൻക്ലൂഡഡ് ഇൻ ദി ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. ഏറ്റവും സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള എല്ലാ ഫാക്ട്സുകളും എന്ത് ചെയ്യണം, ഈ ഒരു എന്താണ് നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിൽ ഇൻക്ലൂഡ് ചെയ്യണം. വൈൽ ദ സിഗ്നിഫിക്കന്റ് മാറ്റേഴ്സ് ക്യാൻ ബി, ഒന്നും തന്നെ ഒമിറ്റ് ചെയ്യാൻ പാടില്ല. അത് ഒമിറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചത് കളയാനായിട്ട് പാടില്ല. എന്തെല്ലാം ഫാക്ടേഴ്സ് ആണോ ഇൻക്ലൂഡഡ് ആകുന്നത് ഈ ഒരു എന്താണ് നമ്മളുടെ ഈ ഒരു ഫിനാൻഷ്യൽ ട്രാൻസാക്ഷന്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് ഏറ്റവും സഫീഷ്യന്റ് ആയിട്ടുള്ള പണപരമായിട്ടുള്ള എല്ലാ ട്രാൻസാക്ഷനുകളെയും റെക്കോർഡ് ചെയ്യണം. ഫോർ എക്സാമ്പിൾ എന്താണ് മിറർ ലൈക്ക് എന്താണ്, അതായത് ഒന്നുമില്ല, ഒരു പർട്ടിക്കുലർ ആയിട്ട് ഒരു ഫേമിൽ അല്ലെ ഒരു കമ്പനിയിൽ എന്താണ് മെറ്റീരിയൽ ഫാക്ട്സ് എല്ലാ തരത്തിലുള്ള കാര്യങ്ങളും എന്ത് ചെയ്യണം, റെക്കോർഡ് ചെയ്ത് പോകണം. ട്രാൻസാക്ഷനുകൾ റെക്കോർഡ് ചെയ്യണം എന്ന് പറയുന്നതാണ് മെറ്റീരിയാലിറ്റി കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഇപ്പൊ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്കൊരു പെന്ന്, ഒരു പെൻസിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വാങ്ങുമ്പോൾ വളരെ ചെറിയ രൂപയെ ആവുന്നുള്ളൂ, വളരെ സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഒരു ഇമ്പാക്ട് ഒന്നും അത് എന്ത് ചെയ്യുന്നില്ല, ഓർഗനൈസേഷൻ ചെലുത്തുന്നില്ല. പക്ഷെ ഇങ്ങനെയുള്ള ഫാക്ടേഴ്സ് ഒന്നൊന്നും വളരെ റെക്കോർഡ് ചെയ്യാതെ അതിലേക്ക് കമ്പൈൻ ചെയ്ത് ഒരു മെസലേനിയസ് എക്സ്പെൻസ് അല്ലെങ്കിൽ ഒരു സൺട്രി എക്സ്പെൻസ് എന്ന് പറഞ്ഞ് ഇവയെല്ലാം ചാക്കി ആണെങ്കിലും എന്ത് ചെയ്യണം, റെക്കോർഡ് ചെയ്യണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിനെയാണ് എന്ന് പറയുന്നത് മെറ്റീരിയാലിറ്റി കൺവെൻഷൻ എന്ന് പറയുന്നത്. അടുത്താണ് ടൈം ലൈൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്കൗണ്ടിംഗ് ഇൻഫർമേഷൻ ഷുഡ് ബി പ്രൊവൈഡഡ് പ്രോംപ്റ്റ്ലി ടു എൻഷുർ ദ ടൈംലി ഡിസിഷൻ മേക്കിംഗ്. അക്കൗണ്ടിംഗ് ഇൻഫർമേഷൻ പ്രോംപ്റ്റ് ആയിട്ട് കറക്റ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, റെക്കോർഡ് ചെയ്യണം എന്നാണ് പറയുന്നത്. എന്നാലും നമുക്ക് ഡിസിഷൻ മേക്കിംഗ് ഒക്കെ കറക്റ്റ് ആയിട്ട് എടുക്കാൻ പറ്റുള്ളൂ, ഡിലേ ഉണ്ടാകരുത് എന്ന് പറയുന്ന കൺവെൻഷൻ ആണ് എന്ന് പറയുന്നത് ടൈം ലൈൻസ് എന്ന് പറയുന്നത്. അതും കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. ഇനി അടുത്തതാണ് എന്താണ് ഇമ്പോർട്ടന്റ് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് ഇൻ ഇന്ത്യ. ഇമ്പോർട്ടന്റ് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് ഇൻ ഇന്ത്യ എന്നുള്ളതാണ് അടുത്ത ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. അപ്പം ഇത്രയും വരെ പഠിച്ചത് നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. അപ്പം അടുത്ത ഒരു വീഡിയോയ്ക്കകത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇമ്പോർട്ടന്റ് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് ഇൻ ഇന്ത്യ ആണ്. സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കേണ്ട ഒരു ഏരിയ തന്നെയാണ് ഇമ്പോർട്ടന്റ് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ്. അപ്പൊ ആ ഒരു വീഡിയോയ്ക്കകത്ത് നമുക്ക് ബാക്കി കാണാം. ഇത്ര ഏരിയ നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക. മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.